ഈ ചോദ്യങ്ങൾ ചോദിക്കലാണ് ശരിക്കും ഉത്തരങ്ങൾ പറയാൻ ശരിക്കും ബുദ്ധിമുട്ട്. ആണോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ചോദ്യങ്ങൾ മുട്ടിച്ചു എന്നല്ലല്ലോ പറയുക, ഉത്തരം മുട്ടിച്ചു എന്നല്ല പറയുക. ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു ഗസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബഹുമാനം അവിടെ കൊടുക്കും അല്ലേ. ഇപ്പോൾ അതൊരു ചർച്ചയാണെങ്കിൽ പോലും, ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വേദികളിൽ നമ്മൾ കാണുന്ന സമയത്ത് ഈ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുത്തിട്ട് ഈ വ്യക്തികൾ മാറും, ആശയങ്ങൾ മാറും അല്ലേ. എന്ന് വെച്ചിട്ട് ഇത് ഒരു വ്യക്തിഹത്യ ചെയ്യലല്ല. കണക്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അതായത് ഞാനൊക്കെ നല്ല ഒരു കിടിലൻ മനുഷ്യൻ എന്ന് പ്രതീക്ഷിക്കുന്ന, മേ ബി അയാൾ കിടിലമായിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം. ഒരു പ്രാവശ്യം നമുക്ക് സിറ്റുവേഷൻ ആയിരിക്കാം എന്ന് വിചാരിക്കാം. രണ്ടാമത്തെ പ്രാവശ്യം അത് തന്നെ ആകുമ്പോഴത്തേക്കും നിനക്ക് എന്തിൻ്റെ കട, നീ വീണ്ടും പോയി വിളിച്ചിട്ടല്ലേ എന്ന് തോന്നും. റോഹൻ ചോദിച്ചേ, ഞങ്ങളിത് എങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചാണ്. അത് നന്നായി, ഒന്നുകൂടി അങ്ങനെ ചോദിക്കായിരുന്നു, ഇതുകൂടെ ചോദിക്കായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടിത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നിടത്ത് ഇത് മാറും. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മുടെ ആശയങ്ങളും ചോദ്യങ്ങളും ഒരിക്കലും വ്യക്തിപരമായിട്ട് മാറുന്നില്ല. ഇത് ഇവിടെ ഇരിക്കുന്ന ആളും അങ്ങേറ്റം മൈക്ക് പോയിന്റിലിരിക്കുന്ന ആളും തിരിച്ചറിയുന്നിടത്ത്, ഇതിനെ പോലെ തന്നെ ഇത് ആര് കാണുന്നു അവർക്ക് കൂടി മനസ്സിലാക്കുന്നിടത്ത് പരിപാടി സിമ്പിളാണ്. അല്ല, പക്ഷെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ കാണുന്ന സമയത്ത് ആസ് എ വ്യൂവർ ചില സമയത്ത് നമുക്ക് ഇവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ചില ആക്ടേഴ്സ് അല്ല ആങ്കേഴ്സ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസും കുറേ മണ്ടത്തരം ചോദ്യങ്ങളും ചോദിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓക്കെ, ഈ ഇത് നമുക്ക് നോക്കണ്ട. സർ, ഇത് കണക്ക് ഞാൻ ഇന്ന ചാനലിൽ നിന്നാണ് ഒരു ഇൻ്റർവ്യൂ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്, ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെയ്ഡാണോ? ഞാൻ പറഞ്ഞു അല്ല, പെയ്ഡിനുള്ള ഒരു ഇതല്ല, പെയ്ഡല്ല, കാശില്ലാത്തതിനൊന്നും ഞാൻ വരത്തില്ല. വളരെ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം കണ്ടൊരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ. യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ, അതേ വീഡിയോ സെബിൻ ബ്രോ ഫേസ്ബുക്കിലിട്ടു, ഇൻസ്റ്റഗ്രാമിലിട്ടു. ഈ കണ്ട പ്രതികരണം ആയിരുന്നെങ്കിൽ 3 പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ ആവണ്ടേ. രോഹൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര ബുദ്ധിമാനാണ്, പക്ഷെ രോഹൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തു. ഇതില്ല ഇവിടെ ഞാൻ കൊണ്ടുവന്ന ഇപ്പോൾ ഷോ തുടങ്ങുന്ന സമയത്ത് ഇത് വന്ന് എൻ്റെ അടുത്ത് ഇതേപോലെ പല രീതിയിലേക്കും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫൺ, കുറച്ച് മസാല ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു ദി മാറ്റ് പ്രോ ഷോ. ഇന്ന് നമ്മുടെ ഹോട്ട് സീറ്റിലിരിക്കുന്നത് കുറേ സെലിബ്രിറ്റീസിനെ മുൾമുനയിൽ വാക്കുകൾ കൊണ്ട് എത്തിച്ച ഒരു ഇൻ്റർവ്യൂവറാണ്. ഇപ്പം ഇൻ്റർവ്യൂവർ മാത്രമാണോ ചോദിച്ചാൽ അതറിയത്തില്ല. എന്തായാലും നമ്മുടെ കൂടെ ഉള്ളതെന്ന് രോഹൻ ലോനാണ്. ഹലോ. ഹായ്, നമസ്കാരം. ഓക്കെ, തുടക്കത്തിൽ തന്നെ ഭയങ്കര ഭീകരമായിട്ട് വേറെ രൂപം സൃഷ്ടിച്ചു. ഒരു ആക്കനായിട്ടല്ലേ ഫീൽ അതെ. ചെയ്തത്? കാര്യം ഭയങ്കര മാസ് എൻട്രി കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾക്ക് കിട്ടേണ്ട അത്ര ഒരു മാസ് എൻട്രി നമ്മൾ ഞാൻ ഇതിന് വേറെ വശമാണ്. ഇത് ഇപ്പുറത്തെ സൈഡ് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഗസ്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ കോയിൻ്റെ 2 വശം പോലെ ഞാനൊരു സൈഡ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഇതിനിങ്ങനെ വേർഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഇൻട്രോ പറയുന്നൊരു സമയത്ത് ഇവിടുന്ന് ഒരാൾ എങ്ങനെയായിരിക്കും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വശം വെറുതെ കാണാൻ ഭംഗിയുണ്ട്, ഭയങ്കര ഭംഗിയുണ്ട്. രോഹന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ലൈക്ക് ഗസ്റ്റ് ആയിട്ടിരിക്കുന്ന ആദ്യമായിട്ട് അല്ല, ഇൻ്റർവ്യൂ ചെയ്ത് ഉണ്ട്. പക്ഷെ അതങ്ങനെ ഇൻ്റർവ്യൂവർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ലേബലിലായിരുന്നില്ല മാത്രം. വേറെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സംഭവത്തിലാണ്. പക്ഷേ ഇങ്ങനെ ഹോട്ട് സീറ്റ് എന്നൊക്കെ ഇതിനൊരു ഹോട്ട് സീറ്റ് പരിപാടി ഉണ്ട്. സോ അതിന് ഹോട്ട് സീറ്റിൻ്റെ അപ്പുറത്ത് അവിടെ അല്ലേ ഈ എപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കലാണ് ശരിക്കും ഉത്തരങ്ങൾ പറയാൻ ശരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ചോദ്യങ്ങൾ മുട്ടിച്ചു എന്നല്ലല്ലോ പറയുക, ഉത്തരം മുട്ടിച്ചു എന്നല്ല പറയുക. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം, ഈസിയാണ്. നമുക്ക് അതിന് മുമ്പേ നമുക്ക് നോക്കാം, ഒരാളെ കുറിച്ചിട്ട് അറിയാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഉത്തരം പറയാൻ പോകുന്ന ആൾ എന്ത് ചോദ്യം വരുന്നതെന്ന് മുൻകൂട്ടി അറിയില്ല, വളരെ പെട്ടെന്നായിരിക്കും. ഒരു ഫസ്റ്റ് തോട്ടിൽ വരണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ട് ഒരു സെക്കൻഡ് തോട്ടിൽ എടുത്ത് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഉത്തരം മുട്ടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ പക്ഷെ ഉത്തരം മാത്രമല്ലല്ലോ, ചോദ്യത്തിലും പലതിലും ആൾക്കാരെ മുട്ടിച്ചിട്ടില്ലേ? നമ്മുടെ ചെറിയ പണിയുടെ ആത്മഹത്യ പല രീതിയിൽ ആൾക്കാർ ഉത്തരം പറയാൻ മുട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ, നേരത്തെ ഹോട്ട് സീറ്റ് പരിപാടിയും അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കും, അതിനൊപ്പം തന്നെ ചില ഉത്തരങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ പലപ്പോഴും ഇൻ്റർവ്യൂ ഗസ്റ്റ് ഇരിക്കുന്നതിന് ഒരു ബഹുമാനം കൊടുക്കും. എന്തുത്തരം പറയുന്ന ആ ഉത്തരം കേൾക്കുന്നു, ആ ഉത്തരത്തിൽ നിന്നൊരു മറുചോദ്യം വന്നേക്കാം, ഒരു സബ് ക്വസ്റ്റ്യൻ പരിപാടി വന്നേക്കാം. അപ്പോൾ ഇത് സംസാരിച്ച് പോവും. ഇതിനപ്പുറത്തേക്ക് അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിൽ ഇതിന് പൊളിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹോട്ട് സീറ്റ് ശരിക്കും ഗസ്റ്റിനോടും പറയും നമ്മൾ, ചില അഭിപ്രായങ്ങൾ കാര്യങ്ങളിൽ ഒരു സംവാദം പോലെ, ഒരു ഡിബേറ്റ് മൂഡിൽ
വന്നേക്കാം എന്നുള്ളത്. അപ്പോൾ പക്ഷെ പലർക്കും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ഈ കോയിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും. ഇത് പൊളിയാൻ എളുപ്പമാണ്. കാരണം ഈ ഓഡിയൻസിൽ എത്തുമ്പോൾ ഈ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും അവിടെ അതിഥിയായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പം നമ്മളോട് അത്ര തന്നെ ബഹുമാനം ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഗസ്റ്റിനെ കൊണ്ട് നിർത്തിയിട്ട് എന്താണ് അത്ര ബഹുമാനം കാണിക്കാത്തത്? ഇതിൻ്റെ ഒരു ഷോയുടെ പാറ്റേൺ എങ്ങനെയാണ്? ഇതാണ് ഇതിൻ്റെ രീതി. ഇത് അവിടെ അവർക്ക് ബഹുമാനം കൊടുക്കാതെയോ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിച്ചെഴുത്തിലുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് ഒരു ഡിബേറ്റ് മൂഡ് വരും എന്ന് അറിയുന്നവർ അതങ്ങനെ എടുക്കും. അല്ലാത്തൊരു വിചാരിക്കുക ഇതെന്താണ് ഒരു ഗസ്റ്റിനോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു ആശങ്ക അവിടെ ഭയങ്കരമായിട്ട് ഉള്ളിലെടുത്തേക്കാം. അതെ. അപ്പം ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഇത് പ്രതിഫലിക്കുക കമൻറ്റ് ബോക്സിലായിരിക്കും. ഹോട്ട് സീറ്റിനെ കുറിച്ച് എന്തായാലും നമ്മൾ ഒരു വിശദമായ ഒരു സംസാരം എന്തായാലും അതിനകത്ത് വേണം. ബിഫോർ ദാറ്റ് ഞങ്ങൾക്ക് ഇന്റർവ്യൂവർ ആയിട്ടുള്ള രോഹനെ നന്നായിട്ട് അറിയാം. ആ. അതിനപ്പുറം ആരാണ് രോഹൻ? ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്. ഞാൻ ആരേട്ടാ? ഈ തുടക്കം ശരിക്കും ഇപ്പോൾ നമ്മളൊരു ആങ്കറായിട്ടിരിക്കുന്നതിൻ്റെ പല ഇതുണ്ടല്ലോ. ഇപ്പോൾ ഈ പല പറയാം പദങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തുടക്കം അതിൻ്റെ ആങ്കർ MC ആയിരുന്നു. ഐ മീൻ പഠിച്ചത് വേറെ ഒരു മേഖലയാണ്. പക്ഷേ ആ ഒരു കോളേജ് ടൈമിലാണെന്നുണ്ടെങ്കിൽ പോലും ഷോസ് ചെയ്തിരുന്നു. സ്കൂളിൽ സ്റ്റേജ് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അതിന്ന് MC പരിപാടികളായിരുന്നു തുടക്കം. അപ്പോൾ അതിൽ നിന്നിരിക്കുന്ന സമയത്താണ് അവാർഡ് ഷോസിനൊക്കെ ഏഷ്യാനെറ്റിൻ്റെ സൂര്യയുടെ ഒക്കെ കോൺസെൻട്രേറ്റിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് റൂൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാറ്റലൈറ്റിലോട്ടുള്ള വരവ് അങ്ങനെയായിരുന്നു, ചാനലിലോട്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൗമുദിയിലാണ് ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള രീതിയിലേക്ക് സാറ്റലൈറ്റ് ചാനലിൽ വരുന്നത്. പിന്നെ ഓൺലൈൻ മീഡിയ ഇതിലോട്ട് മാറി ഇൻ്റർവ്യൂവർ എന്നുള്ള രീതിയിലേക്ക് തന്നെ വീണ്ടും ഒരു VJ ആയിട്ട് സൂര്യ TV ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഓൺലൈൻ മീഡിയ ഇപ്പോൾ വെറൈറ്റി മീഡിയയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷോസ്, സൂര്യയ്ക്ക് വേണ്ടിയിട്ടും. അപ്പോൾ അത് മാത്രമാണോ ഒരു പ്ലാനായിട്ട് മുൻപിൽ കാണുന്നത്? പ്ലാനായിട്ട് വെച്ചാൽ സ്വാഭാവികമായിട്ട് സിനിമ എന്നുള്ളൊരു സംഭവം അവിടെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയൊരു സ്റ്റെപ്പിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ പറയാറായിട്ടുണ്ടോ? പറയാറായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്കെഡ്യൂൾ പരിപാടി ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഷൂട്ട് തുടങ്ങിയെങ്കിലും അതിൻ്റെ ഒരു ടൈറ്റിൽ റിവീൽ ചെയ്യുന്നത് ഇതുപോലെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അപ്പോൾ ഒഫീഷ്യൽ റിവീൽ ചെയ്തിട്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നല്ലൊരു റോളാണോ അതോ നായകൻ? അതെ, ലീഡാണ്, മെയിൻ ലീഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഞെട്ടിക്കുന്നൊരു അത് എനിക്ക് ഞെട്ടലുണ്ടായി. അത് എങ്ങനെയാ നമ്മുടെ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ത്രൂ തന്നെയാണോ അതിലോട്ട് എത്തിപ്പറ്റിയത്? അല്ല ഇതുപോലെ ഇതിനൊപ്പം തന്നെ ചെറിയ വേഷങ്ങളിലാണെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന രൺ ചേട്ടൻ വിളിച്ചതായിരുന്നു. മീഡിയയിൽ വരുന്ന സമയത്ത് ഈ ഒരു പാഷൻ ഉണ്ടായിരുന്നോ സിനിമയിൽ എത്തിപ്പെടണം? ഉണ്ടായിരുന്നു, നല്ലപോലെ ഉണ്ടായിരുന്നു. ഇതിൽ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാത്വേ പരിപാടിയൊന്നും ആയിരുന്നില്ല. നമ്മൾ പരിപാടിയിൽ മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്ന് പറയുന്ന പോലെ ചവിട്ടുപതി. അല്ല ഒരിക്കലും അല്ലായിരുന്നു. ചവിട്ടുപടി അല്ലായിരുന്നു. കാരണം ഇതെനിക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതല്ലെങ്കിൽ ഇത് എന്നില്ല. ഞാനിപ്പോൾ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഈ മൈക്കിന് മുമ്പിലിരിക്കും. ഇത് ഭയങ്കര ഒരു കിക്ക് ലഹരി പരിപാടിയാണ്. ഇതിങ്ങനെ ഇരുന്ന സീറ്റിലല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് സ്റ്റേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഴിഞ്ഞു ഭയങ്കര ക്രൗഡായിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു പരിപാടി ഭയങ്കര അടിപൊളി കിക്ക് പരിപാടി. അപ്പോൾ ഇതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് വേണ്ടി ഈ വഴി ഉപയോഗിച്ചൊന്നുമില്ല. ഇത് അതേപോലെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. നമുക്ക് ഒന്നിനോടൊന്ന് മാത്രമേ ഇതുമായിട്ട് ഇഷ്ടവും ലക്ഷ്യവും എന്നൊന്നും വിശ്വസിക്കുന്നില്ല. അതുണ്ട്, അത് നടക്കാൻ പെട്ടെന്നൊരു ഇതിൽ സംഭവിക്കുന്ന കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല ഈ ലിവിങ് എക്സ്പെൻസ് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒന്നിനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രീ അല്ലാതെ ഗാന്ധി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഈ ഗാന്ധി വരണമെങ്കിൽ പണിയെടുക്കണം. അപ്പോൾ ഈ പണിയെടുക്കുന്നത് ഇതിനോടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പരിപാടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഗാന്ധി മുഖ്യം ബിഗില് അപ്പോൾ മണി വരണ്ടേ. ഷാജി പാപ്പൻ, പിന്നെ നമ്മുടെ ജിഞ്ചർ മീഡിയ, വെറൈറ്റി മീഡിയ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ആക്ച്വലി മൈൽ സ്റ്റോൺ ഷാജി പാപ്പൻ ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഈവൻ പേജാണ് ഷാജി പാപ്പൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മാറി മാറി നിന്നത് ഒരു ഫ്രീലാൻസ് വർക്ക് എന്നുള്ള രീതിയിലാണോ അതോ കമ്മിറ്റഡ് ആയിട്ട് ഒരു ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു? ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലാൻസ് ആയി നിൽക്കുന്ന സമയത്ത് ഈ സമയമാണല്ലോ ഏറ്റവും അനിവാര്യം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചാനൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊരു ഓൺലൈൻ ചാനൽ ചെയ്ത തുടക്കത്തിൽ നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് ഓഫർ വരുമ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഒരു 100 എപ്പിസോഡോളായി സൂര്യ TV ഷോ. അപ്പോൾ ആ സമയത്താണ് പറയുന്നത് നമ്മുടെ ഒരു ചാനൽ ഫേസ് ആയിട്ട് നിൽക്കുമ്പോൾ തുടക്കകാലത്ത് ഇത് പറഞ്ഞില്ല, പിന്നീടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഷോ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ
ഒരു രീതിയിലേക്കും നമ്മൾ ഒരു പ്രഷർ തരാതെയോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഡേറ്റും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്തിട്ട് പോകുന്നൊരു ഷോ ഇത്രത്തോളം എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്നത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒഴിയണം എന്നുള്ളത് എനിക്ക് തോന്നിയില്ല അതൊരു ഉചിതമായിട്ടൊരു കാര്യമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാനത് മാറി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഫ്രീലാൻസ് ആയിട്ട് നിൽക്കുകയാണ് നല്ലത് എന്ന് തോന്നി. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതല്ലാതെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഒറ്റ ചാനലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാ ഷോസിനും അവിടെ ഉണ്ടായിരിക്കണം, ഷൂട്ട് നടക്കുമ്പോഴൊക്കെ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സിനിമാ പരിപാടികളും അല്ലെങ്കിൽ ലൊക്കേഷൻ പരിപാടികളൊക്കെ പോകേണ്ടി വരിക. അപ്പോൾ ഇത് നടക്കില്ല. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയേക്കാൾ ഉപരിയായിട്ട് ഇതാദ്യം ഈ സ്റ്റേജ് ഷോസ് കാര്യങ്ങൾ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇത് കുറേയും കൂടി മുൻപായിരിക്കും നമ്മൾ ഡേറ്റ് കമ്മിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് 3-4 മാസം മുമ്പ് വരും. അപ്പം ഈ ഷൂട്ട് വരുന്നത് ചിലപ്പോൾ തലേദിവസമായിരിക്കാം, ഒരു ദിവസം ഗ്യാപ്പിലായിരിക്കാം. ജിഞ്ചുവിന് നന്നായിട്ട് അറിയും. ഒരു പ്രാവശ്യം വിളിക്കുമ്പോഴും അതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് കുറേ മുൻകൂട്ടിയിട്ട് ഡേറ്റ് അത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ മാറ്റി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ചില ക്ലയൻസിനോടൊക്കെ നമുക്ക് പറയാൻ പറ്റും, അല്ലാതെ അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മളായിട്ട് കണ്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വർക്കുമായിരിക്കും. അപ്പം അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റില്ല, ഒരു അഗ്രിമെൻറ്റിൽ നിൽക്കാൻ പറ്റില്ല, ഒരു കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കത് വിടാൻ പറ്റില്ല. രണ്ട് കാര്യം, ഒന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഷോ മുമ്പ് എടുത്തുന്നുള്ളത്, രണ്ട് കുറച്ചുകൂടി റബ്ബർ ബാൻഡിൻ്റെ കട്ടി കൂടുക സ്റ്റേജ് ചെയ്യുമ്പോഴാണ്. ഐ മീൻ റിമുനറേഷൻ. വൈറലാകാനായിട്ടുള്ളൊരു ഐഡിയ ആയിട്ടാണോ ശരിക്കും നമ്മുടെ ആ ഒരു ഹോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട്? അത് ശരിക്കും അത് ആ ഐഡിയയിലേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും അവരെ പ്രൊവോക്ക് ചെയ്ത് ഒന്ന് വൈറലാകണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരുന്നു? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ വീഡിയോ അല്ലെങ്കിൽ വൈറലാവൻ എന്നുള്ള സാധനത്തിന് ഭയങ്കരമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു നെഗ് ഇതിലാണ് അല്ലേ, ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതി. ശരിക്കും നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം റീച്ച് കിട്ടണമെന്നല്ലേ. നമ്മുടെ വ്യൂസ് കിട്ടി, നമുക്ക് റീച്ച് കിട്ടി എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു പോസിറ്റീവ് വശവും വൈറലാവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നിടത്ത് നമ്മളുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അതിൽ എവിടെയൊക്കെ ഒരു ടോക്കിലുണ്ടായിരുന്നില്ലേ. അല്ല, സെബിൻ ബ്രോ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അതിലേക്ക് വരുന്ന വേറൊരു ചോദ്യം കൂടിയാണ്. കാരണം ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആ ആള് എനിവേ നമ്മുടെ ഗസ്റ്റാണ്, തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഗസ്റ്റാണ്. അപ്പോൾ ആ ഗസ്റ്റ് ഡിസ്കംഫർട്ട് ആവുകയും അയാള് എന്താ പറയാ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്നും പെട്ടെന്ന് പ്രൊവോക്ക് ആവുകയും അവിടെ നമ്മൾ ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്ത് അത് നമ്മളൊരു വിൽപ്പന ചരക്കാക്കി മാറ്റുകയും ചെയ്യുന്നിടത്താണ് അതിൻ്റെ ഒരു തോട്ട് മാറുന്നത്. ഇപ്പോൾ പോസിറ്റീവ് സൈഡ് മനസ്സിലായി, അതായത് പോസിറ്റീവ് സൈഡ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. വൈറലാകാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ നല്ല മെസ്സേജസ് പാസ് ചെയ്യുന്ന വീഡിയോസും വൈറലാവുന്നുണ്ട്. പക്ഷേ റോഹൻ്റെ വീഡിയോസ് മോശമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് പറയാനായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത്, ഒരു ഗസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബഹുമാനം അവിടെ കൊടുക്കും അല്ലേ. ഇപ്പോൾ അതൊരു ചർച്ചയാണെങ്കിൽ പോലും, ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വേദികളിൽ നമ്മൾ കാണുന്ന സമയത്ത് ഈ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുത്തിട്ട് ഈ വ്യക്തികൾ മാറും, ആശയങ്ങൾ മാറും അല്ലേ. എന്ന് വെച്ചിട്ട് ഇത് ഒരു വ്യക്തിഹത്യ ചെയ്യലല്ല. അപ്പോൾ രണ്ടുപേര് ഒരേ കാര്യത്തെ സംസാരിക്കില്ല. ഇപ്പോൾ ഞാനും സെബിൻ ബ്രോയും ഒരു ടോപ്പിക് സംസാരിക്കുമ്പോൾ ഇതിന് രണ്ട് വശങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ആർഗ്യ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, ഒരു പോയിന്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെ വരുന്ന സമയത്ത് സെബിൻ ബ്രോ സംസാരിക്കുന്ന സമയത്തിൻ്റെ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എനിക്കതിന് യോജിപ്പില്ലെങ്കിൽ, എനിക്കതിനോട് വിയോജിപ്പാണെങ്കിൽ ഞാൻ എതിർക്കുക തന്നെ ചെയ്യും ഇല്ലേ. ഞാൻ ആ വസ്തു അത് ഞാൻ പൊളിച്ചെഴുതാൻ എൻ്റേതായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ടായിരിക്കും. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ? ഇല്ല. പക്ഷേ അപ്പോൾ ഇതെന്താ ഇതിൻ്റെ അപ്പുറത്തൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന ഓൺലൈൻ ഇൻ്റർവ്യൂസിൽ അതുവരെ എല്ലാം അവിടെ പറയുന്നത് ലിസൺ ചെയ്യുക, കേട്ടുകൊണ്ടിരിക്കുക, കുറേ കൂടി ഫീൽ ഗുഡ് കൊടുക്കുക, അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാവും തന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ പേരിലായിരിക്കും കൂടുതലുണ്ടാവുക, എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ അവിടെ ആ ഷോ ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്, ഇത് ആ പ്രതിപക്ഷ ബഹുമാനം അല്ലെങ്കിൽ അവിടെ പറയുന്ന സാധനം കേട്ടുകൊണ്ടിരിക്കുക എന്നൊന്നുമില്ല. പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് ശരിയല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഹോട്ട് സീറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പൊളിക്കും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്, ഹോട്ട് സീറ്റിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് അറിയുന്നവർക്ക്, അതിഥികൾക്ക് ഇപ്പോൾ വരാത്ത കുറേ പേരുണ്ട്, ഷോയ്ക്ക് വിളിച്ചിട്ട് എത്തിപ്പെടാത്തവരുണ്ട്, അല്ലെങ്കിൽ ഷോ കണ്ടിട്ട് ഈ പാറ്റേണിൽ പോവുക. അത് ചിലപ്പോൾ പിന്നീട് കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് സമയത്ത് റോഹൻ ഇതാണ് കാര്യം, ഐ മീൻ കുറച്ച് വളരെ ലളിതമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് മാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പ്രത്യേകിച്ച് അത് കൂടുതലുണ്ടായിരുന്ന ഹോട്ട് സീറ്റ് ബിഗ് ബോസ് ഷോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കുറേ കൂടി അതിൻ്റെ അകത്തുണ്ടായിരുന്നിട്ട് ഇവരെ കുറച്ചുകൂടി അടുത്തറിയുക, അല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരു 70-80 ഡേയ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 100 ഡേയ്സ് കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന സമയത്ത്
ഇവർ കുറേ കൂടെ അടുത്തറിയാൻ കാത്തിരിക്കുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഇത് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പേർക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാൻ തോന്നിയ കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. ഇവരെ പ്രതിനിധീകരിച്ചിട്ടും കൂടിയായിരുന്നു ഞാനിവിടെ ഇരുന്നിരുന്നത്, ഹോട്ട് സീറ്റിൽ ആ വ്യക്തിയും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഓഡിയൻസിനെ അല്ലെങ്കിൽ ഇതിൻ്റെ വ്യൂവേഴ്സ് എന്താണ് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതിനെ എല്ലാം അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ഓക്കെ. പ്രതിനിധീകരിച്ച് അതെ, ചോദിക്കാൻ. അത് ഒരുപാട് ചോദ്യങ്ങളും ഞാനും ശ്രദ്ധിച്ചു. എനിക്കും ചിലപ്പോൾ ചോദിക്കണമെന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അത് വെറുതെ ഒരു പേരിനാണോ പറഞ്ഞത്? ലൈക്ക് പലർക്കും ചോദിക്കാൻ തോന്നിയ ചോദ്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലേ അത്? അല്ല, ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇവരെക്കുറിച്ചുള്ള വീഡിയോകളിൽ ഇപ്പം അതിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, പറയാതെ വയ്യ എന്ന് പറയുന്നത്. നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറയും, നിങ്ങൾക്കതിനോട് ഉടനടി പറയാൻ എന്ത് തോന്നുന്നു എന്നുള്ളത് പറയാമെന്നാണ്. അതെ അതെ. ഇത് വരുന്നത് ഒരു പക്ഷേ ഇവരുടെ വീഡിയോയിൽ നിന്ന്, ഇവരുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. ഇതിനെ യോജിച്ച് വിയോജിച്ച് നിൽക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്വന്തം സൃഷ്ടി എടുത്തിട്ട് വല്ലവരുടെ തലയിലിട്ടിട്ട് ഇത് അവരുടെ ഭാഗമാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് എന്നല്ല. അതുമുണ്ട്, ഇതുമുണ്ട്. അപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിനിധീകരിച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതെ. ഈ അല്ല? അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ആ അത് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് കളക്ട് ചെയ്തത്? ലൈക്ക് അതാണല്ലോ ഇഷ്ടം. ഇത് അത് ആ ഒരു ഇത് 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 എങ്ങനെയാണ് ഉണ്ടായത്? കമന്റ്സ് എടുത്ത ക്വസ്റ്റ്യൻസ് ആണോ അതോ അല്ല, ഈ ഇതേ അഭിപ്രായങ്ങൾ വരെ ശരിക്കും കമൻസ് ഒന്നും അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എന്ത് വരുന്നു എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ, ഏത് ലെവലിൽ വേണമെങ്കിലും മാറിയേക്കാം. അങ്ങനെ വരും, വീഡിയോസിൽ വരും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറേ കൂടി വരുന്നത് കണ്ട് നമുക്ക് വീഡിയോസ് കാണുമ്പോഴും അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഷോയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുമ്പോൾ വരുന്ന അഭിപ്രായങ്ങളുണ്ട്. ഇതൊരു ചോദ്യോത്തരം ആരായൽ പരിപാടികളൊന്നുമല്ല, അതല്ലാതെ കിട്ടും. സോറി. അപ്പോൾ ഇതൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് വരും. ഈ ഗസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഗസ്റ്റിൽ വന്നിരുന്ന ആൾക്കാരെ നമുക്ക് ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ആണെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. പവർഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടി റെപ്യൂട്ടഡ് ആയിട്ട് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നെ റോഷൻ അത്തരത്തിലുള്ള ചോദ്യമായിട്ട് മുമ്പോട്ട് പോകാൻ റോഷന് സാധിക്കും. കുറച്ച് എനിക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായി. അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനകത്തുള്ള ഓക്കെ നമ്മുടെ അതായത് ഒരു ഒരു ഡി- ഒരു ആണ് ഞാൻ പറയാം, ഒരു ഒരു അത്രയ്ക്കുള്ള ഒരാളാണ് പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് സൊസൈറ്റിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാൾ വന്ന് റോഷൻ്റെ ഇരിക്കുന്ന ഹോട്ട് സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആ സിബിനോടോ അല്ലെങ്കിൽ മറ്റ് കുറച്ച് ഇൻ്റർവ്യൂസ് ഉണ്ടല്ലോ, ആ സീരീസിലുള്ള ആൾക്കാരോട് സംസാരിച്ച രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ്. അതായത് വളരെ ലളിതമായി ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളോട് മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് സംഭവം അത് വരുന്നത്. നല്ല ഭംഗിയായിട്ട് പറയാൻ നോക്കിയതാണ്. കുറച്ച് നീണ്ടുപോയി എന്നേ പറഞ്ഞുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ധാരണ ആ ഷോ ശരിക്കും നടന്നത് ബിഗ് ബോസിലുണ്ടായിരുന്നവരായിരുന്നു. അവർക്ക് വേണ്ടി മാത്രം അതായത് വെച്ച് കഴിഞ്ഞാൽ ആ സീസണിൽ ഉണ്ടായിരുന്നവർ മാത്രമല്ല, അതിന് മുമ്പും. അത് പ്രത്യേകിച്ച് ഉണ്ടാവാൻ കാരണം വെച്ചാൽ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ പോലെ ആയിരുന്നില്ല. ഈ സീസൺ സംബന്ധിച്ചിടത്തോളം കുറേ അധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അതിനകത്തും പുറത്തും. അപ്പോൾ ഈ പുറത്തുണ്ടായ വിവാദങ്ങളിൽ മുൻ സീസണിൽ ഉണ്ടായിരുന്നവരുടെ പേര് വലിച്ചഴക്കുകയും ഇവരാൽ തന്നെ മുന്നോട്ട് വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ ഒരു മുൻകൂട്ടിയും വന്ന് ഈ ഷോയുടെ ഭാഗമായിട്ടുള്ളത് അതാണ്. ആക്ച്വലി ഹോട്ട് സീറ്റ് പ്രോഗ്രാം നടന്നത് ബിഗ് ബോസ് ഷോയായിട്ട് ബന്ധപ്പെട്ടതായി. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാള് ബിഗ് ബോസിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ. ഹൈപ്പോത്തറ്റിക്കലി ഒരു സിറ്റുവേഷൻ വിചാരിച്ചാൽ മതി, ആ. ലാലേട്ടൻ വരാണ് ഹോട്ട് സീറ്റിൽ. ആ. ഇതേ ധൈര്യത്തിൽ അതേ കോൺഫിഡൻസിൽ സെയിം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ പാറ്റേൺ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ അത് രോഹന് പറ്റും. ചാനൽ തയ്യാറാവുമെങ്കിൽ തീർച്ചയായിട്ടും. ഫ്യൂച്ചർ അല്ലെങ്കിൽ എനിക്ക് ഇനി സിനിമയിലോട്ടാണ് പോകാനുള്ളത്, എനിക്ക് ഇവരെയൊക്കെ കാണേണ്ടി വരും, അവരെങ്ങനെയായിരിക്കും എന്നോട് റിയാക്ട്. ഞാൻ ആ ചോദ്യങ്ങളിൽ ഷോയിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. അവിടെ എവിടെയും ഇപ്പം ഈ പറഞ്ഞ ഷോ ചെയ്തിട്ടുള്ള എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട്, അല്ലെങ്കിൽ പരിചയമുണ്ട്. ഷോയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലും ഒരു വ്യക്തിവിരോധത്തിലല്ല, ആ ഷോയിലിരിക്കാൻ എന്നുള്ളൊരു ഒരു ചെറിയൊരു ഇതാണ്. അതെന്താണ് അവരുടെ കൃത്യമായിട്ട് ഉത്തരം എന്നറിയില്ലെങ്കിൽ പോലും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു വ്യക്തിവിരോധം അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യലായിരുന്നെങ്കിൽ ഇവർ ഈ ഷോ കഴിഞ്ഞിട്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതിനൊരു ആ. ചേഞ്ച് ഉണ്ട്. വ്യക്തിഹത്യ എന്നുള്ളൊരു വേർഡ് ഉദ്ദേശിക്കുന്നില്ല, ആ. പക്ഷെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക എന്നുള്ളൊരു കാര്യം അത് തന്നെയാണ് രോഹൻ ഇപ്പൊ ചെയ്തത്. അതെ, ഇത് അത് ചെയ്തതും ലാലേട്ടനാണെങ്കിൽ ലാലേട്ടനും കറക്റ്റ് ഈ പറയുന്ന കണക്ക് എല്ലാ എപ്പിസോഡ്സിലും പ്രോപ്പർ രീതിയിൽ ചെയ്ത ഒരാളാണെന്ന് ഞാൻ പറയത്തില്ല. ആ, അതിനകത്ത് ഉറപ്പായിട്ടും കുറെ പാർഷ്യാലിറ്റി കാണിച്ച എപ്പിസോഡ്സ് ഉണ്ട്. ഉം. കുറച്ച് പേരെ ഭയങ്കര ടാർഗറ്റ് ചെയ്ത് കുറ്റം പറഞ്ഞതുണ്ട്. Okay. ഇങ്ങനത്തെ ഒക്കെ ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. ഉം. അതുപോലത്തെ ചോദ്യങ്ങൾ ബാക്കിയുള്ളവർ കേട്ടിരുന്ന കണക്ക് അല്ലെങ്കിൽ അവർ മനസ്സിലെടുത്ത കണക്ക് അങ്ങനെ എടുക്കില്ലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് ലാലേട്ടനോട് ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ. രണ്ട് കാര്യങ്ങൾ.
ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലാലേട്ടൻ വന്നിരുന്നാൽ ചോദിക്കുമെന്നുള്ളത്. ഇതിൽ 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ അത് വരണോ വേണ്ടയോ എന്നുള്ളത് ലാലേട്ടന് തീരുമാനിക്കുക. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കാരണം വെച്ചാൽ ലാലേട്ടനെ ഓൾറെഡി വന്ന് ഇത് ഈ ഷോയാണ്. അതെ അതെ ഈ ഷോയാണ്. അപ്പം ഇത് ഇങ്ങനെ വരും എന്നുള്ളത് ലാലേട്ടൻ അറിയാം. ഈ ഷോ ഇങ്ങനെയാണ് എങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ലാലേട്ടനോട് സ്വാഭാവികമായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ലാലേട്ടന് കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ അവിടെ നിന്ന് ഷോ ആങ്കറായിട്ട് നിൽക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഇനി അപ്പോൾ ഈ ഷോ എങ്ങനെ പോകണം എന്നുള്ളത് ഇതൊരു സ്ക്രിപ്റ്റ് പോകുന്നൊരു ഷോ ഇല്ലെങ്കിൽ പോലും ഇതിനൊരു പാറ്റേൺ വേണം, അല്ലെങ്കിൽ ഇത് എൻ്റർടൈൻ ചെയ്യണ്ടേ ആളുകളെ, ഇത് കണ്ടുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ ഇതിൽ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഷോ ആയിട്ട് മുഴുവൻ സംഭവിക്കുന്നതിന് മുഴുവൻ അല്ലെങ്കിൽ ഇതിൻ്റെ പഴി കേൾക്കാൻ ആൾ ഒരു രീതിയിലും അർഹനല്ല. ഒന്നാമത്തെ കാര്യം, ആൾ അതിൻ്റെ ഫേസാണ് ആ ഷോയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആരായുന്ന ആശങ്കകളും ചോദ്യങ്ങളും സ്വാഭാവികമായിട്ട് വരും. എന്തിന് ലാലേട്ടൻ, അതായത് നമ്മൾ ഈ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഫാനായിട്ട് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം ആണ്. അതാണ് കുറേ പ്രശ്നം. ഞങ്ങൾ കണ്ട ലാലേട്ടൻ എന്തിന് ലാലേട്ടൻ ഇതിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ലാലേട്ടൻ ഒരു ഷോ ആങ്കറായിട്ട് നിൽക്കുമ്പോൾ എന്നുള്ള രീതിയിലേക്കല്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി വരുന്ന സീസണിൽ ലാലേട്ടൻ മാറും ചാൻസ് ഉണ്ട്, എങ്കിൽ വേറെ ആങ്കർ ആയിരിക്കും എന്ന് പറയുന്നിടത്ത് ഒരേ അഭിപ്രായം വരണമായിരുന്നു, എന്ത് മാറുന്നത് നല്ലതെന്ന്. ഇതാരും അങ്ങനെയല്ല പറയുന്നത്. ലാലേട്ടൻ മാറിയ ഷോ അത്ര സുഖമാവോ? അപ്പം ഈ ലാലേട്ടൻ ലീഡ് ചെയ്യുന്നതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ലേ? രണ്ടും കാണും. ഈ പറയുന്ന കണക്ക് ജാസ്മിനെ നമ്മൾ കോർണർ ചെയ്ത സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ ചെയ്യുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. മെജോറിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ രോഹൻ ഇപ്പം ഇത് പറഞ്ഞത് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം അങ്ങനെ ഒരേ സമയം ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ജിജു പറഞ്ഞു, ഇപ്പോൾ മെജോറിറ്റി എടുത്തതാണെങ്കിൽ ഈ അളവ് വരേണ്ടത് എപ്പോഴാണ്? ലാലേട്ടൻ എത്രത്തോളം വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ വിമർശനത്തിൻ്റെ അളവിൽ തന്നെ എന്ത് വേണം, ആങ്കർ മാറാൻ എന്ന് പറയുന്നിടത്തും കാണണം. ഈ അളവല്ല വരുന്നത്. അതെന്തുകൊണ്ട് മാറി? രോഹൻ ഒരു പോയിന്റ് പറഞ്ഞു, അതായത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ കാണും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഷോ എങ്ങനെ വേണം എന്നുള്ളത് നിയന്ത്രിക്കുന്ന ഒരാൾ കാണും. പുള്ളി ഒരു ഫേസ് മാത്രമാണ് എന്ന് പറഞ്ഞു. ഞാൻ ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് പറയല്ലോ, ഇപ്പം എൻ്റെ വണ്ടയ്ക്ക് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിനെ തെറ്റ് പറയാൻ പറ്റില്ല, ശരിയാണ് പൂർണ്ണമായിട്ടും. വന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത്. അപ്പോൾ അതൊരു ഗെയിം ആക്കി എടുത്ത് എന്തുകൊണ്ട് അത് വേണ്ട, അല്ലെങ്കിൽ അതവരുടെ ഗെയിമാണ് എന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുക, അവരെ കോർണർ ചെയ്യാണ്ട് വിട്ടെന്താ? ഇപ്പം അവിടെയുള്ള മത്സരാർത്ഥികൾ ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരായിട്ടാണ്? അവർ തമ്മിലും ബിഗ് ബോസ് അല്ല, ലാലേട്ടനായിട്ടല്ലേ? ബിഗ് ബോസ് എന്നുള്ള സംഭവം എന്നുള്ള പറയുന്നത് ശ്രോതാവായിട്ടിരിക്കലാണ്, റേഡിയോ അല്ലേ. ഇവരെന്തെങ്കിലും അവിടെ നിന്ന് കമൻറ്റ് ചെയ്യും പരിപാടികളാണ്. പിന്നെ ബാക്കിയുള്ളത് ഇവർ തമ്മിലാണ്. ഇവർ തമ്മിലുള്ളത് പുറമത്തെ ഒരു എങ്ങനെയാണ് ഇവരെ കണ്ടുകൊണ്ടിരിക്കണതെന്ന് അറിവില്ലാത്തവരാണ്. ഇതിനെ കൃത്യമായിട്ട് സംസാരിക്കുന്നത് ലാലേട്ടനാണ് അല്ലേ. ഈ ലാലേട്ടൻ പറയുമ്പോഴും പലപ്പോഴും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോഴും വഴക്ക് പറയുമ്പോഴാണെങ്കിൽ പോലും ഡയറക്റ്റ്ലി ഇന്ന കാര്യം ഇവരുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഇല്ല. ഇൻഡയറക്റ്റായിട്ട് തന്നെ പലപ്പോഴും സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് കുറേ പേര് ഫാമിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അല്ലേ. ഈ വിലയിരുത്തൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഷയും കൃത്യമായിട്ട് സംഭവിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് വരില്ല. ഇതിൽ ഒന്നാമത്തെ കാര്യമുള്ളൂ, അതിൽ തന്നെ ആദ്യത്തെ ഉത്തരം വ്യക്തമാണ്. ഹോട്ട് സീറ്റ് എന്നൊരു പ്രോഗ്രാം ആണെങ്കിൽ ഇവർ ഈ ഷോ അറിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ചോദ്യങ്ങൾ കൂടി പ്രതീക്ഷിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള ലാലേട്ടൻ തന്നെ അവിടെ വേണമെന്നില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്, ആരാണെങ്കിലും. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കമ്പാരിറ്റീവ് ഒരു ഫാൻ ബേസിൻ്റെ ഒരു അളവുകോൽ എടുത്തിട്ടായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക അല്ലേ. ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫാൻ ബേസ് ഉള്ളവരുണ്ടായിരുന്നു. അതൊരു ഷോ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് കിട്ടുന്നൊരു ഭയങ്കരത. ഹോട്ട് സീറ്റ് എന്നൊരു പരിപാടി തുടങ്ങിയ സമയത്ത് ഇതെന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പലർക്കും അറിയണ്ടായിരുന്നില്ല. എനിക്ക് DM-ലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മാത്രമല്ല മെസ്സേജ് വരും, നിങ്ങൾ ആരാണ് അവരോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ, എന്തിനാണ് അവരെ ഇതാക്കുന്നത്, എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കുറച്ച് നേരത്തെ പറഞ്ഞ ആ വാക്ക് കുറച്ചൊരു പ്രതിപക്ഷ ബഹുമാനം കൊടുത്ത് സംസാരിച്ചുകൂടെയും ചോദിക്കും. എപ്പം മുതൽ ഇതൊരു ഇൻ്റർവ്യൂ ആണ് എന്നുള്ള ധാരണയിലാണ് ചോദിച്ചത്. എപ്പം മുതൽ ഇതൊരു ഹോട്ട് സീറ്റ് പ്രോഗ്രാമാണ്, ഇതിങ്ങനെയാണ്. അതായത് മലയാളത്തിലാണ് അത്രത്തോളം പരിചിതം ഇല്ലാതിരുന്നത്. ഹിന്ദിയിൽ ബാക്കിയുള്ളടത്തൊക്കെ ഈ ഷോ പരിപാടികളുണ്ട്. അപ്പോൾ ഇതറിഞ്ഞെടുത്ത് എനിക്ക് ഈ DM-ൽ വരാതെയായി. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, ഇത് മാറി. ഞങ്ങൾ വിചാരിച്ചിരുന്ന ചോദ്യങ്ങളാണ് റോഹൻ ചോദിച്ചേ, ഞങ്ങളിത് എങ്ങനെ ചോദിക്കുന്നത് വിചാരിച്ചാണ്. അത് നന്നായി, ഒന്നുകൂടെ അങ്ങനെ ചോദിക്കായിരുന്നു, ഇതുകൂടെ ചോദിക്കായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടിത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നിടത്ത് ഇത് മാറും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആശയങ്ങളും ചോദ്യങ്ങളും ഒരിക്കലും വ്യക്തിപരമായിട്ട് മാറുന്നില്ല. ഇത് ഇവിടെ ഇരിക്കുന്ന ആളും
അങ്ങേയറ്റം മൈക്ക് പോയിന്റിലിരിക്കുന്ന ആളും തിരിച്ചറിയുന്നിടത്ത് ഇതിനെ പോലെ തന്നെ ഇത് ആര് കാണുന്നു അവർക്ക് കൂടി മനസ്സിലാക്കിയെന്നിടത്ത് പരിപാടി സിമ്പിളാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ലാലേട്ടൻ തന്നെ ആവണമെന്നില്ല, ആരാണെങ്കിലും ഇതിങ്ങനെയാണ് എന്നറിഞ്ഞാൽ ശരി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റോഹൻ ഇതുപോലെയുള്ള കുറച്ചുകൂടി നല്ല ടഫായിട്ടുള്ള ആൾക്കാരെ ഇതുപോലെ ഹോട്ട് സീറ്റിൽ കിട്ടട്ടെ. വരട്ടെ. അങ്ങനെ വന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഇതുപോലെ റോഹൻ വരും. അല്ലെങ്കിൽ റോഹൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമൽ ഇപ്പോൾ നോർമൽ ഫിലിം ഇൻ്റർവ്യൂ, ഫിലിം പ്രൊമോഷൻസ് ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന റോഹൻ. ബട്ട് പഴയ ഇൻ്റർവ്യൂ ഹോട്ട് സീറ്റിലെ റോഹനെ പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടം മറ്റേ പഴയ അഗ്രസീവായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് നിൽക്കുന്ന അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരട്ടെ എന്ന് ഞങ്ങൾ ഇപ്പോൾ സിബിൻ പറഞ്ഞതിൽ തന്നെ നേരത്തെ ചോദ്യങ്ങളെല്ലാം ഉത്തരം ഓൾറെഡി ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. അല്ല കാരണം വെച്ചാൽ രണ്ട് ടൈപ്പ് ഷോയാണ് അല്ലേ. അതെ അതെ മുമ്പിലിരിക്കുന്ന ആള് ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് സംസാരിക്കുന്നത് ഹോട്ട് സീറ്റിലല്ല. അപ്പം ഞാനെങ്ങനെ സംസാരിക്കുന്ന ആ മാറ്റം വ്യക്തമാണ്, പ്രകടമാണ് അല്ലേ. അതെ ഇത്രേ ഉള്ളൂ. ഇത് ഓഡിയൻസ് മനസ്സിലാക്കുന്നിടത്താണ് അതിന്റെ ശരിയാണ്. അതിലേക്കാണ് ഞങ്ങൾ വരുന്നത്. അപ്പം ആ ഒരു തരത്തിലേക്ക് വരട്ടെ ഇനി. കാരണം എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ ഒരു ഷോസും അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യുക. കാരണം നമ്മൾ കാണുന്ന മിക്ക ആങ്കേഴ്സും അത്തരത്തിലല്ല പല കാര്യങ്ങളെയും നോക്കി കാണുന്നത്. അപ്പോൾ റോഹൻ്റെ ഒരു ഈ നെറ്റ്വർക്കിൽ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റിൽ അല്ലെങ്കിൽ ആങ്കേഴ്സിൽ അവർ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പാറ്റേൺ കുറച്ചും കൂടി മെച്ചപ്പെടുത്താമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ പറയുന്നു, പോഡ്കാസ്റ്റ് പരിപാടി പറയുന്നു, ആങ്കറിങ്, MC കാര്യങ്ങൾ നമ്മൾ പല പേരിട്ട് വിളിക്കുന്ന പോലെ പല രീതികളുണ്ട് അല്ലോ, വ്യക്തമാണത്. ഇതേപോലെ തന്നെ ഓരോരുത്തർ വന്നിരിക്കുന്നവർക്ക് ഓരോ ശൈലികളുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന സെബിന് ശൈലി ആയിരിക്കില്ല ജിഞ്ചുണ്ടായിരിക്കുക, മാറ്റം ഉണ്ടായിരിക്കും. എങ്ങനെ പ്ലാനിങ് ചെയ്താൽ പോലും ഒരു വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണം, ഈ ഷോ പോകണം, വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ ചർച്ചകൾ സജീവമാണെങ്കിൽ പോലും ഈ രണ്ട് രീതിക്ക് തന്നെ നിൽക്കുമോ. ഇതേപോലെ അവരുടേതായിട്ടുള്ള ശരികളും രീതികളും എല്ലാ ആങ്കേഴ്സിനും ഉണ്ട്. ചിലത് ഷോ നമ്മൾ കാണുന്ന രീതിയിലേക്ക് ചില ചാനൽസിൻ്റെ അല്ലെങ്കിൽ ഷോ പ്രൊഡ്യൂസറിൻ്റെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, ഇതിങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇപ്പം എല്ലാം ഓൺലൈനിൽ ഇത്ര അധികം ചാനൽസ് ഉണ്ട് ഇല്ലേ. എല്ലാ ചാനൽസും പ്രേക്ഷകർ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടുള്ളവർ പ്രതീക്ഷിക്കുന്നത് ഒറ്റ ടൈപ്പ് വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല. ഇപ്പോൾ ഒരേ കാര്യത്തിൻ്റെ ആണെങ്കിൽ പോലും ഈ പല ചാനലിൽ വരുന്നത്, ചില ചാനലുണ്ട് ഭയങ്കരമായിട്ട് കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് ഫിലിമിനെ കുറിച്ച് ഭയങ്കര ആഴത്തിൽ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ, സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു, ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ചാനലുണ്ട്. ക്യൂ പോലുള്ള ചാനലുകൾ ആയിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഭയങ്കര ഫണ്ണായിട്ട്, അതായത് ഇരിക്കുന്നത് ഇവിടെ ഗസ്റ്റ് അതേ സിനിമയിലെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്, ഇവരോട് 30 മിനിറ്റ് സിനിമയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതേ സിനിമയല്ല സിനിമയെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതേ ആർട്ടിസ്റ്റുകൾ തന്നെ വേറെ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ഒരു 5-10 മിനിറ്റ് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫൺ പരിപാടികളാണ്. എങ്ങനെ എന്തളിയാ വീട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ബാക്കിയുള്ള കാര്യങ്ങൾ. അതായത് കുറച്ച് കട്ട് വീഡിയോസ്, കുറച്ച് റീൽസ് കയറണം, കുറച്ച് സൗഹൃദത്തെ കുറിച്ച് പറയുന്നത്, കുറച്ച് കിട്ടിയ ചതികളെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് ബ്രേക്കപ്പ് പരിപാടികൾ. അപ്പോൾ ഇത് പ്രതീക്ഷിക്കുന്ന കുറച്ചാളുണ്ട്. കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരിക്കാം. ഒരേ കാര്യം അല്ലേ, ഒരേ സിനിമയാണ്, ഒരേ അതിഥികളാണ്, വ്യത്യസ്തമായ ചാനലിൽ വരുമ്പോൾ വരുന്ന സമീപനങ്ങൾ മാറുന്ന എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൽ ഇപ്പം പറഞ്ഞ കാര്യത്തിൽ ഒരു നിലവാര തകർച്ചയില്ലേ ശരിക്കും? ഇതിൽ നിലവാര തകർച്ചയാണെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരുടെ ബേസ് അവിടെ ഉള്ളതുകൊണ്ടല്ലേ. ഇല്ല എങ്കിൽ ഒരൊറ്റ സിംഗിൾ സ്വിച്ചിൽ ഈ ചാനൽ കാണണ്ടെന്ന് പ്രേക്ഷകന് വിചാരിക്കാലോ. ഇത് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുകയല്ലേ ചെയ്യുന്നത്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് കണ്ട് നമ്മുടെ ഹോം പേജിൽ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത് ഇത് സജഷൻ ലിസ്റ്റിൽ വരണം, ഇത് ഓട്ടോമാറ്റിക്കലി വരണം. കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കില്ലേ. ഇവർക്ക് എന്ത് ചെയ്യാം, കുറേ കൂടി കോണ്ടൻറ്റ് ഇഷ്ടമുള്ളതാണ് വീഡിയോ എങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങളുള്ളതാണ് ഇഷ്ടമെങ്കിൽ അവർക്ക് ആ ചാനൽ മാത്രം കണ്ടാൽ മതി. കുറേ പേര് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. ഞാൻ കുറച്ച് ബാക്കിയുള്ള വർക്ക് സ്ട്രെസ് പരിപാടികളുണ്ട്, കുറച്ച് ചിരിച്ച് കുറച്ച് ഫണ്ണായിട്ടുള്ള ഇൻ്റർവ്യൂ കാണാൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പം നമുക്ക് പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ പലരും എടുത്ത് നമ്മൾ പറയുന്ന കാര്യമുണ്ട്, എന്ത് ചോദ്യങ്ങൾ ചോദിക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, കുറേ ചളി, കുറേ ഓവർ ക്യൂട്ട്നെസ് വാരി വിതർന്നു എന്നൊക്കെ പറയുന്നു. അത് വിറ്റഴിച്ച് പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റുമോ? പേഴ്സണൽ അഭിപ്രായം എന്താണ്? എന്ത് ഇങ്ങനത്തെ ഉള്ള കണ്ടന്റിൽ പോകുന്നവരെ ഇതാ ഞാൻ പറഞ്ഞത്. അതായത് എല്ലാം തരം വീഡിയോസും എല്ലാ തരം പ്രസൻറ്റേഷൻ സാധനങ്ങളും വരണം തന്നെയാണ്.
കാരണം തന്നെയാണ്. വരണം തീർച്ചയായിട്ടും. അപ്പോൾ കാരണം ഇപ്പൊ രോഹന്റെ കാഴ്ചപ്പാടിൽ ആരും അങ്ങനെ പ്രത്യേകിച്ച് നിലവാരം കുറഞ്ഞ രീതിയിൽ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നത് കറക്റ്റ് രീതി അല്ല എന്നും തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ചാനലിനെ റീച്ച് കിട്ടുകയോ അല്ലെങ്കിൽ അവതാരകനെ മാറ്റാൻ 100 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. റീച്ച് എന്ന് പറയുന്നത് ഒരു കമൻസിൽ വരുന്ന നല്ല കാര്യങ്ങൾ മാത്രമല്ല റീച്ച് ആവുന്നത്. ആ ഈ നമ്മളൊരു വീഡിയോ 1 മില്യൺ റീച്ച് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കമൻസിൽ വന്നിരിക്കുന്ന ചീത്തവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം. ഒരിക്കലും ആ വ്യക്തി ചിലപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പൊട്ടിച്ചാവുന്ന രീതി. വളരെ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം കണ്ടൊരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ. യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ, അതേ വീഡിയോ സെബിൻ ബ്രോ ഫേസ്ബുക്കിലിട്ടു, ഇൻസ്റ്റഗ്രാമിലിട്ടു. ഈ കണ്ട പ്രതികരണം ആയിരുന്നെങ്കിൽ 3 പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ ആവണ്ടേ? യൂട്യൂബിൽ കണ്ട മിശ്ര അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന സമയത്ത് അങ്ങേയറ്റ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുന്നവർ അതേ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും? സോ കോൾഡ് ഏജ് കാറ്റഗറി പരിപാടി ഒന്നും പറയണ്ട. അതല്ല എങ്കിൽ ഒരേ വീഡിയോ തന്നെ 3 പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് അഭിപ്രായങ്ങൾ മാറുന്ന എന്തുകൊണ്ടാണ്? സെയിം കോണ്ടന്റ് അല്ലേ? കാറ്റഗറി അല്ലാതെ എന്ത് കാരണം കൊണ്ടായിരിക്കും എന്നാണ് റോഹൻ വിചാരിക്കുന്നത്? ഇത് നമ്മൾ കാണുന്ന പ്ലാറ്റ്ഫോമിൻ്റെ കൂടിയുണ്ട് ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, സെബിൻ ബ്രോ കാണുന്ന ഇല്ലേ ഒരേ വീഡിയോ കാണുന്ന സമീപനത്തിന് മാറ്റം ഉണ്ടാവാറില്ലേ? ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സെബിൻ പ്രതീക്ഷിക്കുന്ന സെയിം ഒരേ രീതിയിലേക്കാണോ? അല്ല, ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഫീഡിൽ വരുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതും അതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്തേക്കുന്ന ടൈം അനുസരിച്ചിട്ടുള്ള ഫീഡിൽ വരാറുണ്ട്. പകരം ഞാൻ ഫേസ്ബുക്ക് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ യൂട്യൂബിലാണെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ കമൻസിൻ്റെ കാര്യം കറക്റ്റാണ്. കമൻസ് ഇപ്പോൾ ഞാൻ 3 ചാനൽ ഇട്ട് കഴിഞ്ഞാൽ 3ലും കമൻസ് ഭയങ്കര എങ്ങനെയായിരിക്കും കൂടുതൽ? നമ്മളുടെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ വീഡിയോ ഇട്ട് ഓടൂല, പക്ഷേ യൂട്യൂബിൽ വരുന്ന സമയത്ത് അത് ഭയങ്കര റീച്ച് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ FB കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടിയും ഈ ഷെയർ പരിപാടികൾ പോകും. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി, അതായത് നമുക്ക് കുറേ കൂടിയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കിട്ടുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കൂടുതലുണ്ട്. കുറേ കൂടി നമ്മൾ കമൻറ്റ് ബോക്സ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഏതായിരിക്കും? ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സ് ആണോ ഇൻസ്റ്റയാണോ? ഇൻസ്റ്റയിൽ കുറേ വരുന്ന സാധനങ്ങൾ എന്തായിരിക്കും? കുറേ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഇമോജീസ് പരിപാടികളും കൂടുതൽ വരിക. എഴുതിയിടുക എന്നുള്ള പ്രവണത വളരെ കുറവായിരിക്കും ഇല്ലേ? ഇപ്പോൾ ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലേക്ക് അത് എഴുതി തന്നെ ഇടും. എന്തുകൊണ്ടാണ്? നമ്മളതിന് ഭയങ്കരമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വീഡിയോ വരുന്നതിൽ ഒരു വീഡിയോ ഇട്ടു, അപ്ലോഡ് ചെയ്തു, തുടക്കത്തിൽ തന്നെ ആ വീഡിയോയെക്കുറിച്ച് 2, 3 അല്ലെങ്കിൽ 4, 5 കമൻറ്റ്സ് വരുന്നത് പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു തീർക്കുന്നതിന് മുമ്പ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ട് വിഭാഗം കൂടി വരാറുണ്ട് ഇല്ലേ? ഇനി അതേ വീഡിയോ തന്നെ വേറെ പ്ലാറ്റ്ഫോമിലിട്ട് നെഗറ്റീവാണ് ഇട്ടെങ്കിൽ അതിന് പിന്താങ്ങന്നെ കൂടുതൽ വരുന്നത് അല്ലേ? എന്തിനെയോ ഒന്ന് തുടക്കം കണ്ടു, അതിനെ ഭയങ്കരമായിട്ട് മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നടക്കുന്നത്. 30 മിനിറ്റ്സിലെ വീഡിയോയിൽ എന്ത് കണ്ടു എന്നുള്ളതായിരിക്കില്ല അല്ലേ? അപ്പോൾ ഇത് വരുന്ന സാധനം മുൻവിധിയോട് കൂടി എടുക്കലാണ് കൂടുതലും സംഭവിക്കുന്നത് വീഡിയോസിൽ. എന്താണ് സംഭവിക്കുന്നത് അല്ലെ എന്താണ് നടക്കുന്നത് കുറെ കൂടിയും അല്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ കാണുന്ന സമയത്ത് ആസ് എ വ്യൂവർ ചില സമയത്ത് നമുക്ക് ഇവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ ചില ആക്ടേഴ്സ് അല്ല ആങ്കേഴ്സ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസും കുറേ മണ്ടത്തരം ചോദ്യങ്ങളും ചോദിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓക്കെ ഇത് നമുക്ക് നോക്കണ്ട വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ അത് നമ്മുടെ ഫീഡിൽ വരും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ആ വീഡിയോ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത് നമ്മളിലേക്ക് എത്തും. പക്ഷേ ആ ഒരു റീച്ച് എല്ലാവരും അത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഇപ്പോൾ ക്യൂവിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനത്തെ ഒരു ചാനലിൽ അവർ ആ ഒരു ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട്. അങ്ങനെയുള്ള ഒരു തലമുറേനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വളർത്തുന്നതിലല്ലേ ശരിക്കും ഒരു എന്താ പറയുക ഒരു മീഡിയ ജേർണലിസം അല്ലെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല ഞാൻ പറയാം. കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന കുറച്ച് എന്താ പറയുക ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ജേർണലിസ്റ്റുകൾ, അങ്ങനത്തെ ആൾക്കാരുടെ കുറവ് ഭയങ്കര വരല്ലേ. കാരണം ഇപ്പോൾ എനിക്കൊരു ജേർണലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ ഞാൻ കുറച്ച് എങ്ങനെ ഒരാളെ പ്രൊവോക്ക് ചെയ്ത് ആ ചാനലിന് കുറച്ച് റീച്ച് കൂട്ടിക്കൊണ്ടുവരിക. പകരം ഞാൻ ഈ ഒരു വിഷയത്തെപ്പറ്റി ഭയങ്കരമായിട്ട് അറിയാവുന്ന ആളാണ്, ആ വിഷയത്തെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് കേൾക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല ആൾക്കാർക്ക്. ഇതിൽ വളരെ വ്യക്തം, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഭയങ്കരമായിട്ട് കോണ്ടന്റ് നോക്കി സംസാരിച്ച വീഡിയോ കാര്യങ്ങളിൽ ഇപ്പം അതല്ലാതെ കുറച്ചൊരു ഫൺ ക്യൂട്ട്നെസ് അല്ലെങ്കിൽ കുറച്ച് റാപ്പിഡ് ഫയർ ചളി പരിപാടികൾ നടക്കുന്ന ഏത് വീഡിയോയ്ക്കോ ബ്രോ കൂടുതൽ റീച്ച് കണ്ടിട്ടുള്ളത്?
ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നോ? ഇതല്ലായിരുന്നല്ലോ നമ്മുടെ ഇതല്ല അല്ലേ ക്വസ്റ്റ്യൻ. മാറിപ്പോയതാണല്ലേ? ഇല്ല, 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 ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിരുന്നു. ആണല്ലേ? രോഹൻ കൊണ്ട് വളച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞ ചോദ്യം ചോദിക്കുന്നത് കാരണം എന്താ അറിയോ, ഇതെന്താ ഞാൻ നേരത്തെ ഇപ്പൊ പലരുടെയും ഈ വിധി എഴുത്ത് ഇങ്ങനെയാണ്. ഇപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം പേരും ഇതേ രീതിയിലേക്ക് ഇപ്പം അതല്ലെങ്കിൽ ഫിലിം പ്രൊമോഷൻ വരുന്ന സമയത്ത് കൊടുക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇൻട്രോൻ്റെ കാര്യത്തിലാണെങ്കിൽ പരാമർശിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് പറയാറുള്ളത് പോസിറ്റീവ്. പക്ഷേ അപ്പുറത്തേക്ക് എനിക്ക് പറയാൻ പറ്റും കൂടുതലായിട്ടും ഈ ഫൺ പരിപാടികൾ അല്ലെങ്കിൽ ഫിലിം പ്രൊമോഷനൊപ്പം തന്നെ മുഴുവൻ സിനിമ സംസാരിക്കാതെ അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ലൈഫ് സംസാരിക്കുന്ന വീഡിയോസിനെ ഭയങ്കരമായിട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രോഹന് ഈ പറയുന്ന പോലെ കൂടെ ഇപ്പൊ ഇന്റർവ്യൂസ് നടത്തുന്ന ഇന്റർവ്യൂവേഴ്സിന്റെ രീതികൾ ഏതെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടോ? അതിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ സെബിൻ ചോദിച്ചത്? ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്നത് ചോദിച്ചു തുടങ്ങിയത് അവിടെയാണ്. നമ്മളിപ്പോ വന്ന് എത്തിയതാണ്. എനിക്ക് തോന്നുന്നത് രോഹൻ സേഫ് ആയിട്ടുള്ള ആൻസേഴ്സ് വ്യൂവേഴ്സിന്റെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പേരോ ഒരു കാര്യമോ അല്ല ഞാൻ ഞാൻ പറയാം. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊക്കെ മാറ്റി കളഞ്ഞു. ഇതുവരെ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. ഇതുവരെ കണ്ടിട്ടുള്ള ആങ്കേഴ്സ് നമ്മുടെ മലയാളത്തിലുള്ള ആങ്കർമാരിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ മറ്റ് ആൾക്കാരിൽ എല്ലാവരും റോഹൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അടിപൊളിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അവർ ചെയ്യുന്നതെല്ലാം ഓക്കെ, അത് ഒരു ആങ്കർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒറ്റ കാര്യം, എല്ലാവർക്കും വ്യത്യസ്തമായ തലങ്ങളുണ്ട്, അതിനെ മാനിക്കുന്നു. നമ്മുടേതായിട്ടുള്ള ചിന്തയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടോ വേണോ എന്നുള്ള സാധനം സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് പറയാൻ അത് സംഭവിച്ചു അതല്ല. പക്ഷേ തുടക്കത്തിൽ വന്ന് പറഞ്ഞ സമയത്ത് ഇത്തരം പരിപാടികൾ അത്തരം രീതികൾ വ്യത്യസ്തമായി ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് കാരണം അതിനെല്ലാറ്റിനും വ്യൂവേഴ്സ് ഉണ്ട്, പല രീതിയിലേക്ക്. അതുകൊണ്ട് എല്ലാം രീതിയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ ഫണ്ണായിക്കോട്ടെ, നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ ഓവർ ക്യൂട്ട്നെസ് പരിപാടി ആയിക്കോട്ടെ, ഇതൊക്കെ അതിന് പ്രേക്ഷകരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. മറിച്ച് എൻ്റെ ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഇപ്പോൾ സെബിൻ ആങ്കറായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ശരി അല്ലെങ്കിൽ ഇതാണ് വേണ്ടതെന്ന് തോന്നുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിന് എന്തെങ്കിലും റിയാക്ഷനോ ആരോടെങ്കിലും പറയുവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് പറയാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ഇപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരായിരിക്കുന്നിടത്ത് പറയാനുള്ള സ്പേസുകളിടത്ത് ഞാൻ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞവർ പലരും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആ സ്പേസ് എടുത്ത് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഷോ വരുന്നുണ്ട്, ഇങ്ങനെയാണ് ഗസ്റ്റ് റോഹൻ, അത് എങ്ങനെ പോവാം എന്നുള്ള എൻ്റെ അടുത്ത് സ്പേസുള്ള അതേ രീതിയിലേക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളും പറയാറുണ്ട്. അതങ്ങനെ പറയാൻ പറ്റുന്നിടത്തല്ലേ പറയും. ചിലവർക്ക് ഭയങ്കര ഒഫൻഡഡ് ആവും, ആരാ അങ്ങനെ പറയാൻ, ഞാൻ എൻ്റെ ശൈലിയിൽ നിന്ന് പറയുന്നിടത്ത് അങ്ങനെ പറ്റില്ല. അപ്പോൾ ചിലയിടത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ചാനൽസ് ഡിസൈൻ ചെയ്ത് വെച്ചുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതങ്ങനെ പോവാൻ അവർ വ്യൂവേഴ്സ് കാണുന്നില്ല, ഈ മാത്രമേ ഇതാണ്. ഓക്കെ, എനിവേ ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് എടുത്ത ആളെന്നുള്ള രീതിയിൽ സെലിബ്രിറ്റീസിനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇന്റർവ്യൂ വിത്ത് ഇന്റർവ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസിനകത്ത് ഒരുപാട് പേരോടും ചോദിച്ചപ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതി പറഞ്ഞത് സെലിബ്രിറ്റീസിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു കമന്റ് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രോഹൻ എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇത് കിട്ടിയിട്ടുണ്ടോ സെലിബ്രിറ്റീസിന്റെ സൈഡിൽ നിന്ന്? എനിക്ക് നെഗറ്റീവിനേക്കാൾ അപ്പുറത്തേക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഐ മീൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫിലിം പ്രൊമോഷന് കൂടുതലായിട്ടും ഇൻ്റർവ്യൂസിൽ വരും അല്ലേ. അപ്പോൾ ചിലപ്പോൾ തുടക്കത്തിലുള്ളവരായിരിക്കും ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ മുൻകൂട്ടിയിട്ട് ഒരു ദിവസം തന്നെ കുറേ ഷൂട്ട് നടക്കുന്നുണ്ട്, ഇവരുടെ അവസ്ഥ മാനിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ച് 4-5 ഷൂട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഒന്നില്ലെങ്കിൽ വേറെ പ്രോഗ്രാം ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ കുറേ ചാനലിന് ഒരേ സമയം കുറേ നേരം ഇരിക്കണം എന്നുള്ള മുഷിച്ചിലുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എപ്പോഴും ഇത്രത്തോളം കംഫർട്ടായിരിക്കണം എന്നില്ല. ഓരോ ആങ്കറിനനുസരിച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ചോദിക്കുന്നത് ഒരേ സിനിമയിലാണ്. അപ്പോൾ എപ്പോഴത്തേക്കും സാമ്യത ചോദ്യങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മുഷിച്ചിൽ സ്വാഭാവികമാണ്, അവർ മാനിക്കുന്നു. പക്ഷെ അവിടെ ഈ ഞെട്ടലുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷേട്ടൻ്റെ പോലുള്ള ആർട്ടിസ്റ്റുകൾ, ഞാൻ ആ പേര് തന്നെ എടുത്ത് പറയാം, അത് രാവിലെ ഒരു 8:30 അല്ലെങ്കിൽ 9 തൊട്ട് തുടങ്ങി ചിലപ്പോൾ വൈകിട്ട് വരെ, ചിലപ്പോൾ 11-12 വരെ പോകുന്ന ഷൂട്ടുണ്ടായിരിക്കാം. ഒരൊറ്റ ഇൻ്റർവ്യൂവിൽ പോലും ഒരു മടുപ്പില്ലാതെ
അതായത് വന്നിരിക്കുന്ന ഒരേ സിനിമയാണ് അല്ലെങ്കിൽ ചോദ്യങ്ങളാണ്. ഇതേ ചോദ്യങ്ങൾ തന്നെ ഒരു 10 ചാനലിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. 1-2 ചോദ്യങ്ങൾ സമയമായിരിക്കും, പിന്നെ മാറിയിട്ടുണ്ടാവും. ഇതൊരു പുതുമയോട് കൂടി കിട്ടിയിട്ട് ഇത് ഞങ്ങൾ ചെയ്ത പടമാണ്, ഞങ്ങളിങ്ങനെ ഏകദേശം ഒരു 1.5 വർഷമായി, ഇതിങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, ഇതാണ് ഡയറക്ടർ, ഇത് ഇങ്ങനത്തെ ഒരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ടൊരാളുടെ അടുത്ത് ചോദിക്കുന്ന ഒരാളുടെ അടുത്ത് പറയണ പോലെ ഇരിക്കാനുള്ളൊരു ആചോ അല്ലെങ്കിൽ ഒരു ഇഷ്ടം. ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞു, ഇനി എനിക്ക് പൈസ കിട്ടി, ഇനി ഫിലിം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചിരുന്നു, ഇനി അതിൻ്റെ വഴിക്ക് നടന്നോളൂ എന്ന് മാറിയിരിക്കാം. പക്ഷെ ഇത്രയും വൈകിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും സമയം ഇരിക്കുന്നതിന് ഞെട്ടലുണ്ടെങ്കിൽ അത് നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഫിലിം പ്രൊമോഷൻ സമയത്ത് കുറേ ചാനൽസ് ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കുറേ വൈകിട്ടായിരിക്കും ചിലപ്പോൾ സ്ലോട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റുകൾ എത്താൻ വൈകിയുകൊണ്ട് ചിലപ്പോൾ അത് നീങ്ങിയേക്കാം. പക്ഷെ ഇങ്ങനെ കാണിക്കുന്നൊരിത് എത്ര വർഷമായി, എത്ര വയസ്സായി, ഇത്ര സീനിയർ ആർട്ടിസ്റ്റാണ്, വേണമെങ്കിൽ ഞാൻ 3-4 ഇൻ്റർവ്യൂവിന് ഇരിക്കുള്ളൂ, ഇനി ഞാൻ പോയേക്കാം എന്ന്. അദ്ദേഹത്തെ പോലുള്ള ആർട്ടിസ്റ്റുകൾ നൽകുന്ന വലിയ പാഠപുസ്തകമുണ്ട്. അത് ഭയങ്കര ഞെട്ടലായിരുന്നു. ഭയങ്കര ഞെട്ടല. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം രോഹൻ എന്ന് പറയുന്ന ആള് ഭയങ്കര ബുദ്ധിമാനാണ്. പക്ഷെ രോഹന്റെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, രോഹനോട് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? അതിനെ ശരിയാക്കി കൊണ്ടുവച്ചാൽ പല ആർട്ടിസ്റ്റുകൾ, അതായത് എൻ്റെ അടുത്ത് പേഴ്സണലി ഇരിക്കാൻ പറ്റില്ല ഇൻ്റർവ്യൂവിന്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവണം എന്ന വാക്കാൽ വന്നിട്ടില്ല. ആരുടെ അടുത്തും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വന്നിട്ട് ഒരു പുച്ഛം ഉണ്ടായിട്ടില്ല. ഇല്ല, അതായത് നമുക്ക് ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും നമുക്കൊരു ഇൻ്റർവ്യൂ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 2-3 പേരുണ്ടായിരിക്കും. അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കും, സിനിമയെക്കുറിച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇൻ്റർവ്യൂ നടക്കും, കഴിയും. ഈ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത ഒരു സമയം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇൻ്റർവ്യൂ തുടങ്ങുന്ന മുമ്പായിട്ട് ഈ ആർട്ടിസ്റ്റുകൾ മാറും. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ മാറുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടേതായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കില്ല, ഒരേ സമയം 2 ഷൂട്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അപ്പോൾ ഇതിൽ ശരിക്കും പെട്ടുപോകുന്നത് ഇവിടെ ഇരിക്കുന്ന ആളാണ്. അല്ലേ, നിങ്ങളൊരാളിവിടെ പ്രതീക്ഷിച്ചിട്ട് ആളെക്കുറിച്ച് പഠിച്ച് വേറെ ആളോട് വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കും? ഉണ്ട്, നമുക്ക് പറയുന്നതിനുണ്ട്, നമുക്ക് സംസാരിച്ചിരിക്കാം, അതല്ലല്ലോ കോണ്ടന്റ് വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് സാധനം ചോദിക്കാം. അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാറ്റുന്നത് PR അതല്ലെങ്കിൽ മൂവിയുടെ ക്രൂ ആയിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നിരുന്നിട്ടൊരു നെക്ക് സംഭവം സംഭവിച്ചിട്ടില്ല. ഇല്ല. ഒന്നും വന്നിട്ടില്ല. ഈ ഞെട്ടലിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ, ഈ ആക്ടർ ജഗദീഷിന്റെ ഒരു സമീപനത്തിന് ഞെട്ടലോട് കണ്ടു എന്ന് പറഞ്ഞു. ആ ഞെട്ടൽ എന്ന് പറയുമ്പോൾ മറ്റു നടന്മാരിൽ അങ്ങനെ ഒരു ഇത് കാണാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ആണ്. ഞാൻ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, പല മൂവിക്കും വന്ന് ഒരു ദിവസം ഇത്രയധികം ചാനൽസ് ഇരിക്കുന്ന സമയത്ത് തുടക്കം മുതൽ ഉണ്ടായി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആഫ്റ്റർനൂൺ പല ആർട്ടിസ്റ്റുകളും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരേ മൂവിയുടെ പ്രൊമോഷനെ എല്ലാ ചാനലുകളിലും ഒരേ ആർട്ടിസ്റ്റുകൾ കണ്ടിട്ടുണ്ടോ? മാറിയിട്ടുണ്ടായിരിക്കും. അത് ഒന്നില്ലെങ്കിൽ അവർക്ക് ഈവനിങ് വേറെ ഷോ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഷൂട്ടിനിടക്ക് വന്നവരെ ഇതൊക്കെ ഉണ്ടായിരിക്കാം ഭാഗം. ചിലവർ ഉണ്ടായിട്ടവർ ചിലപ്പോൾ ഷൂട്ട് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ് കഴിഞ്ഞ് ലേറ്റ് ഇത്ര ഇരിക്കുന്നുണ്ട് പോയിട്ടുണ്ടാവും. അതേ കാര്യം ജഗദീഷ് ചേട്ടൻ പോലുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾക്കും പറയാം. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പോവാതെ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സിനിമയെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഭയങ്കര ഒരു ചിന്ത അവിടെ പ്രവർത്തിക്കുന്നതിനെയാണ് ഞാൻ പറഞ്ഞ ഞെട്ടൽ മാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, ഒരു പാഠപുസ്തകമാക്കി എടുക്കേണ്ടതാണ് എന്നുള്ളത്. എല്ലാ സെലിബ്രിറ്റീസും എനിക്ക് തോന്നുന്നു വളരുന്നതിനനുസരിച്ച് ചെറിയൊരു നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറാനും ഫേസ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കരുതുന്നവരാണ് കൂടുതലും ഫിലിമിൽ ആണെങ്കിൽ. എല്ലാവരും ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഈ വളർച്ചയ്ക്കൊപ്പം എളിമ കൂടും എന്ന് പറയും, കൂടണം എന്നാണ് പറയുക. എല്ലാവരും അങ്ങനെ ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്, ആളുകൾ പോകുന്നില്ലേ, എല്ലാവരും ഇരിക്കില്ല. അത് എളിമ എന്ന് പറയുന്നത് അതുമല്ല, നമ്മുടെ ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കുന്ന വാക്കുകളിൽ പോലും എളിമ ഇല്ലാത്ത ആൾക്കാർ ഉണ്ട്. പക്ഷെ അത് രോഹന് അനുഭവമില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം തീർച്ചയായിട്ടും അങ്ങനെ അത് സംഭവിച്ചിട്ടില്ല. ഇത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്റർവ്യൂവറിന് അത് ഉണ്ടായിട്ട്. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഫിലിം പ്രൊമോഷൻ ആണെങ്കിലും അല്ലാതെ ചാനൽ സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യുന്നതാണെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ചാനൽ സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യുന്ന സമയത്ത് ശരിക്കും അത് സംഭവിക്കില്ല, കാരണം നമ്മളത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വരിക. ഇതിന് ഭയങ്കര സാധ്യത വരിക ഫിലിം പ്രൊമോഷൻ ഇൻ്റർവ്യൂസിനാണ് കൂടുതലും വരിക. കുറേ ഇൻ്റർവ്യൂസ് നടക്കുന്നതുകൊണ്ടാണ് ഇവരുടെ ഈ മുഷിച്ചിൽ ഭയങ്കരമായിട്ട് വ്യക്തമാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്ലോട്ട് വരുന്ന സമയം കൊണ്ടായിരിക്കാം പലതിൻ്റെയും ഒരുപാട് വൈകാതെ അധികം സംഭവിക്കുന്നതുകൊണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് അങ്ങനെ സാധനം സെബിന്റെ ചോദ്യം ഇല്ലായിരുന്നു ഇത്, ഈ ഒരു ചോദ്യം, അതായത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ഉണ്ടായിട്ടുണ്ടോ? സെബിന് അത് എന്നോടൊന്ന് ചോദിക്കൂ.
അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ജിൻജുവിന് അങ്ങനെ എന്തെങ്കിലും അനുഭവം എനിക്ക് ഉണ്ടോ? നന്നായിട്ട് ഉണ്ട്, പറയൂ പറയൂ. തുറന്നു പറച്ചിലിന്റെ വേദി ജിജി പറയൂ. Chess number 2. ചെസ് നമ്പർ 14 അതായത് ജിജു ഓൺ സ്റ്റേജ്. എനിക്ക് മേ ബി ചാനൽ ഉള്ളതുകൊണ്ട് അവരായിരിക്കും കണക്ട് ചെയ്യുന്നത് എല്ലാം. നമുക്കിപ്പോൾ നമ്മൾ തന്നെ ഓൺ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അതായത് ഞാനൊക്കെ നല്ല ഒരു കിടിലം മനുഷ്യൻ എന്ന് പ്രതീക്ഷിക്കുന്ന, മേ ബി അയാൾ കിടിലമായിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം. ഒരു പ്രാവശ്യം നമുക്ക് സിറ്റുവേഷൻ ആയിരിക്കാം എന്ന് വിചാരിക്കാം. രണ്ടാമത്തെ പ്രാവശ്യം അത് തന്നെ ആകുമ്പോഴത്തേക്കും നിനക്ക് എന്തിൻ്റെ കട, നീ വീണ്ടും പോയി വിളിച്ചിട്ടല്ലേ എന്ന് തോന്നും. പക്ഷെ അതല്ല. ആദ്യത്തെ പ്രാവശ്യം ഞാൻ കണക്ട് ചെയ്തു. ഞാൻ കണക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളീനെ ഞാൻ ഫോൺ കണക്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ കട്ടാക്കി. ജസ്റ്റ് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് നോർമലി മറ്റേ ഓട്ടോമാറ്റിക് മെസ്സേജ് വന്നു. ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തു. സാർ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാം, ജസ്റ്റ് ഒരു 1 മിനിറ്റ്, അതിൻ്റെ കൂടുതൽ ഞാൻ എടുക്കില്ല, ഡിസ്റ്റർബ് ചെയ്തതായിട്ടല്ല, പക്ഷേ എനിക്കൊരു കാര്യം ഒന്ന് കൺവേ ചെയ്യാനാണ്, ഒരു ഇൻ്റർവ്യൂ റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ റിപ്ലൈ എന്ന് പറയുന്നത് എനിക്ക് ഇത് തന്നെ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്, പ്ലീസ് ഡോണ്ട് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഓ വന്നു. അപ്പം ഞാൻ വിചാരിക്കുന്ന ഓക്കെ, ഞാൻ നാണം കെട്ടു. അപ്പം എനിക്കത് പുറത്ത് പറയുന്നത് നാണം കെട്ടു. എന്നിട്ട് ഞാൻ സെബിനോടും എൻ്റെ 2-3 ഫ്രണ്ട്സിനോടും ഇങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ ഞാൻ ഇച്ചിരി ചളുപ്പായിട്ടുണ്ട്, കോട്ടെ, ഇനിയിപ്പോൾ അത് വിടണ്ട, ആ പുള്ളിനെ വിളിക്കേണ്ട എന്നുള്ളൊരു രീതിയിലെത്തി. സെക്കൻഡ് ടൈം ഇപ്പോൾ ആളുടെ ഒരു ഫിലിമിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുടെ ഇൻ്റർവ്യൂസ് തകർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നപ്പോൾ പറയുന്നത് അജു ഉണ്ട്, ജീവയുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇൻ്റർവ്യൂസ് കിട്ടുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലാത്ത, എനിക്ക് ഇൻ്റർവ്യൂവേ കിട്ടുന്നില്ല എന്നുള്ള വാക്ക് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ, അപ്പോൾ ആളിപ്പോൾ അന്നത്തെ ഒരു മൂഡിൻ്റെ പ്രശ്നത്തിലായിരിക്കും അവരിത് വരാണ്ടിരുന്നത്, ഒന്നും കൂടെ കണക്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മണ്ടി വീണ്ടും കോൾ ചെയ്തു. മെസ്സേജിന് വരെ ഞാൻ കോൾ ചെയ്തപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, സാർ ഇത് കണക്ക് ഞാൻ ഇന്ന ചാനലിൽ നിന്നാണ് ഒരു ഇൻ്റർവ്യൂ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്, ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെയ്ഡാണോ? ഞാൻ പറഞ്ഞു അല്ല, പെയ്ഡിനുള്ള ഒരു ഇതല്ല, പെയ്ഡല്ല, കാശില്ലാത്തതിനൊന്നും ഞാൻ വരത്തില്ല. അതേ ആർട്ടിസ്റ്റ് തന്നെ. അതേ ആർട്ടിസ്റ്റ്, സൗണ്ട് നമുക്ക് അറിഞ്ഞൂടാത്തല്ലോ, കാശില്ലാത്തതിനൊന്നും ഞാൻ വരത്തില്ല, ഇനി വല്ല ഫിലിമിൻ്റെ വല്ല വരാണെന്നുണ്ടെങ്കിൽ പ്രമോഷൻ തരാം എന്ന് പറഞ്ഞിട്ട് കോളം കട്ട് ചെയ്തു. ഞാനിപ്പോൾ വിചാരിക്കുന്നു, ഈശ്വര, ഈ ക്യാമറയിൽ കാണുന്ന ഒരാളാണ് എന്ന് പ്രതീക്ഷിച്ച് ഞാൻ പോയ ഒരാളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത് ഇതാണ്. രമേശ് പിഷാരടിയുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഈ ഒരു ഇത് കിട്ടിയത്. പുള്ളി എന്ന് പറഞ്ഞ കോമഡിയൊക്കെ പറഞ്ഞ് എനിക്കൊക്കെ വീട്ടിലെ ചേട്ടൻ എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളുടെ സൈഡിൽ നിന്ന് ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതെന്താ ഇത് 2 പ്രാവശ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ മേ ബി എല്ലാവരും കാശ് എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് കൺവേ ചെയ്യുന്ന രീതി, ഇതേ ആൻസേഴ്സ് എൻ്റെ അടുത്ത് വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പെയ്ഡാണോ അല്ലെങ്കിൽ എനിക്ക് പാടാണ്, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ബട്ട് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട്, അപ്പഴേ കട്ടിച്ചിട്ട് പോയി. ഇത് ആദ്യം വിളിച്ച് ജിൻജു തന്നെയായിരുന്നു എന്നുള്ളത് അറിയായിരുന്നോ? അതെനിക്കറിയില്ല, അത് അറിയുന്നതും അറിയാത്തതും സെക്കൻഡറി. ആ. രണ്ടാമത് ഈ പറയുമ്പോൾ വരുന്ന റിപ്ലൈ ഉണ്ടല്ലോ, ആ. അത് ഹൊറിബിൾ ആയിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്ക് ഷോക്ക്. മേ ബി ഇപ്പം ആരെങ്കിലും വേറൊരാളെന്നെ വിളിച്ചിട്ട് പെയ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, നമുക്കത് മനസ്സിലാക്കാം. ഇത് ഭയങ്കര ക്യാമറയുടെ മുന്നിൽ ഭയങ്കര ജോയലായിട്ടിരിക്കുന്ന ഒരാൾ ഈ രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഞാൻ സെബിനോട് പറഞ്ഞു, എൻ്റെ 2-3 ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരിതുപോലെ മീഡിയ ഫീൽഡിലുള്ള കുറച്ച് പേര് സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ആൾ കുറച്ച് ആ രീതിയിലാണ് എന്നുള്ളത്. പ്രതീക്ഷയുടെ അമിതഭാരം എവിടെയും പാടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്ന ഒരാള്, രോഹനാണെങ്കിൽ പോലും ക്യാമറയ്ക്ക് മുന്നിൽ. ഇപ്പം ഞാനിപ്പോൾ ഒരു പേര് ഇതുപോലെ പറഞ്ഞു, ആഫ്റ്റർ എഫക്റ്റ് എന്തോ എനിക്കറിയുന്നില്ല, പക്ഷെ എല്ലാ ഇൻ്റർവ്യൂവേഴ്സും വന്നിട്ട് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരാളെ ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ പറയാറുണ്ട്. രോഹൻ എങ്ങനെയാണ് എല്ലാ കട്ട് ആൻഡ് റൈറ്റ് ചോദിക്കുന്ന ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരാളിൽ നിന്നാണെങ്കിൽ ഒരു ആളോട് കൂടി പറഞ്ഞേനെ, പറഞ്ഞേനെ ഒരു നെഗറ്റീവായിട്ട് സംഭവിച്ചതിന് വിഷമം ഞാൻ ആളോടും ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും. അത് ഒന്നില്ലെങ്കിൽ ഷോയിലോ അതല്ലെങ്കിൽ അല്ലാതെ. ഇന്റർവ്യൂവർ ചെയ്ത തെറ്റ് ആരോടാണ് ഡയറക്റ്റ് സംസാരിച്ചത്? മനസ്സിലായില്ല. ഇന്റർവ്യൂ ചെയ്ത ഒരാളുടെ രീതി തെറ്റിപ്പോയാൽ ഞാൻ ഡയറക്റ്റ് പോയി സംസാരിക്കും സംസാരിക്കുക, തീർച്ചയായിട്ടും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല. അജിൻ ചെയ്തത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അജിൻ ചെയ്തത് മനസ്സിലായില്ല. അജിൻ ഇന്റർവ്യൂവർ അജിൻ മറ്റേ കൂടെ കിടന്നിട്ടാണോ നിങ്ങൾക്ക് അവസരം ലഭിച്ചത്? അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. അതെ, അല്ല ഒരിക്കലും അല്ല. അജിനുമായിട്ട് ഒരു അടുപ്പില്ല. ചില അജിനോട് തീർച്ചയായിട്ടും അടുപ്പുണ്ട്. അജിൻ സുഹൃത്താണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അജിൻ്റെ അടുത്ത് ഷോയുടെ കാര്യം സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പറയാനുള്ള സ്പേസിലെടുത്ത് ഞാൻ തീർച്ചയായിട്ടും സഹപ്രവർത്തകരോട് പറയാറുണ്ടെന്നുള്ളത്. ഇതൊരു പക്ഷേ അതേ ചോദ്യം തന്നെ ഡയറക്റ്റാണ് ഹിറ്റ് ചെയ്തത്, ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നെങ്കിലോ, ഐ മീൻ ഇങ്ങനെ ഇപ്പോൾ ഒരേ കാര്യത്തിന് തന്നെ 2 രീതിക്ക് സമീപിക്കാം. അപ്പോൾ അന്ന് ചോദിച്ച ചോദ്യം കൂടെ കിടന്ന അല്ലേ,
ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, കിടന്നിട്ടില്ല സ്റ്റേറ്റ്മെന്റ് ആ ആണ് എന്തോ മുട്ടിയിട്ടുണ്ടോന്നോ ആ വാതിൽ മുട്ടിയിട്ടുണ്ടോ, സംതിങ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ. സോ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളോട് എന്ത് തോന്നും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാ ചോദിക്കാം. ചോദ്യത്തിൻ്റെ സാരാംശം ഒന്ന് തന്നെയാണ്, പക്ഷേ ചോദിക്കുന്ന രീതി മാറ്റമുണ്ട്. പക്ഷെ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അത് എല്ലാവരിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അപ്പോൾ രോഹൻ ഒരിക്കലും രോഹൻ്റെ പ്രൊഫഷൻ ഗിവ് അപ്പ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഗിവ് അപ്പ് ചെയ്യാൻ മറ്റേ പോലെ കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പോൾ തോന്നിയിട്ടില്ല. ഇല്ല. ഈ നമ്മുടെ ഹോട്ട് സീറ്റിൽ അഖിൽ മാരാറൊക്കെ കിട്ടിയില്ലേ? ഉം. അഖിൽ മാരാറിനെ എടുത്തു പറയുന്നില്ല, ഉള്ളതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. എല്ലാ കമ്പനിയിലും കാണുന്നുണ്ട്. രോഹൻ പൊരിച്ചു, രോഹിൻ അവരെ വെള്ളം കുടിപ്പിച്ചു. അത് നമ്മുടെ ഷോയിൽ തംബ്നെയിൽ ഒരിക്കലും അത് കൊടുത്തിട്ടില്ല. അങ്ങനെ അതായത് വന്ന അതിൻ്റെ ട്രോൾ വീഡിയോസിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ഷോയിൽ കൊടുത്തിട്ടില്ല. ഷോയിൽ നമുക്ക് പ്രാധാന്യം കൊടുത്തുള്ളത് തീർച്ചയായിട്ടും അതിഥിക്ക് തന്നെയാണ്, ഗസ്റ്റ് തന്നെയാണ്. എന്തായാലും ട്രോൾ വീഡിയോസിലായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. ആയിരിക്കും. എന്താണെങ്കിലും രോഹൻ അത് ചെയ്തിട്ടാണ് രോഹൻ ആ ഒരു പേര് അവിടെ കിട്ടിയത്. ഉം. ഏതെങ്കിലും ഒരു ഹോട്ട് സീറ്റിൽ വന്ന ഒരാളെ നമുക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും നന്നായി സംസാരിച്ചിട്ടുണ്ട്, അതുള്ള കാര്യമാണ്. ഇതുപോലെ മാരാർ നന്നായി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സംവാദം ഭയങ്കരമായിട്ട് സിബിനായിട്ടുള്ളത് ഭയങ്കരമായിട്ട് പക്ഷെ അത് ക്ക് വാലിഡ് ആയിട്ടുള്ള സംഭവം ഭയങ്കരമായിട്ട് തർക്കങ്ങൾ കയറി പോയിട്ടുണ്ട്. ആ ആർഗ്യുമെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പിടിച്ച കൂടോ ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ വരും. അതായത് സിബിന്റെ ഒക്കെ കേസിൽ ഈസി ആയിട്ട് ഈവൻ ഞാൻ പോയി സംസാരിച്ച പോലും എനിക്ക് ആ ഡയലോഗിനെ എനിക്ക് തിരിച്ച് കൗണ്ടർ അടിക്കാറുണ്ട്. കാര്യം സിബിൻ ഒരേ പോയിന്റ് തന്നെയാണ് ബ്ലബ്ലാ പഠിച്ചത്. പക്ഷേ രോഹന് തന്നെ തോന്നിപ്പോയി, ഈശ്വര ഇത് ആള് പറയുന്ന കറക്റ്റ് പോയിന്റാണ്, എനിക്ക് ഞാൻ എൻ്റെ അപ്പുറം സംസാരിക്കാനില്ല, ആള് പറയുന്നത് എല്ലാം കറക്റ്റാണ്, എനിക്ക് കൗണ്ടേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയ ഒരാൾ ആരാണ്? അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ബാക്കി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പൊളിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊരു കാര്യം പറയുന്ന സമയത്ത് ഷോ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും, നമ്മളിതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അപ്പം ഈ ധാരണയോട് കൂടിയിട്ടാണ് ഞാൻ ഇത് എറിഞ്ഞിടുന്നത്. ഇതിൽ വരുന്ന മറുചോദ്യങ്ങളിൽ മാത്രമാണ് എനിക്ക് ഇത് വരേണ്ടത്. അപ്പം പലപ്പോഴും പലരിലും ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേറ്റ്മെൻറ്റ് പൊളിയുമ്പോൾ മറുചോദ്യങ്ങൾ പറയുന്നത് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലായിരിക്കും. സ്വാഭാവികമായിട്ട് നമുക്കൊരു ബന്ധമില്ലാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം അതങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ നമ്മുടെ, അല്ല രജിത് കുമാർ, പുള്ളിയുടെ ഓൾറെഡി ഈ മുളക് തേച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരാമർശം സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉണ്ടായിട്ട് ഉണ്ട്. അത് ആരിലേക്ക് പറ്റിയിട്ടുണ്ടോ, അപ്പോൾ അവരുടെ കണ്ടസ്റ്റൻറ്റിന് തന്നെ ഇത് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആൾ ഭയങ്കരമായിട്ട് വായിച്ചു, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചാനൽ സംഭവത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ മത്സരാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തതാണ്, ആർക്ക് കിട്ടിയോ ആര് കണ്ടു ഇത് രണ്ടാളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഉറപ്പിലാണ് ഞാൻ ആളുടെ അടുത്ത് പറയണേ, അല്ലാതെ ചുമ്മാ വാദം പൊളിക്കാൻ പറ്റും. പക്ഷെ അത് ഭയങ്കരമായിട്ട് പറഞ്ഞു, കണ്ടോ റോങ് കണ്ടോ, അപ്പോൾ അങ്ങ് ചെയ്ത് കണ്ടോ ഉണ്ടെങ്കിൽ പറയട്ടെ എന്നുള്ള സാധനം. അപ്പോൾ കൃത്യമായിട്ട് കണ്ടു എന്നുള്ള സാധനത്തിലേക്ക് ആൾ ആ വാദം സമ്മതിച്ചു തരാൻ തയ്യാറായിരുന്നില്ല. കൃത്യമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ആരിതിൽ ചെയ്ത് കണ്ടു എന്നുള്ളത്, എനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അൽസാൻഡ്ര സെയിം സീസൺ. അപ്പോൾ ചെയ്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ കണ്ടതാണ്, ഞാൻ തെളിവ് വേണം എവിടെ പറയണ്ടേ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഹോട്ട് സീറ്റ് പ്രോഗ്രാമിൽ തന്നെ. അപ്പോൾ ചില സാധനങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് പൊളിഞ്ഞാലും അതിൽ നിൽക്കും. ഇതെൻ്റെ വാദമാണ് ശരി, ഞാൻ പറഞ്ഞാണ് ശരി, അതങ്ങനെയാണ്, ഇപ്പോൾ രാത്രിയാണ്, അപ്പോൾ ഇതങ്ങനെയാണ്, ഇനി ഇത് പകലെന്ന് പറഞ്ഞാൽ ഞാൻ അത് മാറ്റില്ല എന്നുള്ളൊരു സാധനം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു പുള്ളിയുടെ ഇൻ്റർവ്യൂ. ഞാൻ കരുതിയത് അഖിൽ മാരാറായിരിക്കും പറയാൻ വരുന്നത്. കാര്യം പുള്ളി നല്ലൊരു ഒപ്പോണൻ്റ് ആയിട്ട് എനിക്ക് തോന്നി രോഹന്. പുള്ളി സംസാരിച്ചിട്ടുണ്ട്, പുള്ളിയുടെ ചില ആർഗ്യുമെന്റ് എന്നുള്ള രീതിയിലേക്കാണ് ചോദിച്ചത്. എന്തെങ്കിലും ഒരു സാധനം നിൽക്കാൻ പറ്റാത്തെന്ന് ഉദ്ദേശിച്ചത് ആളുടെ കഴിവിലാണ്. അയാൾ പറയുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ്. ഇന്നത്തെ രാത്രിയാണെന്ന് കഴിവേടോ ആൾ സംസാരിച്ചത് നമ്മൾ പിടുത്തം കൊടുക്കാതിരിക്കുക എന്നുള്ളതില്ലേ, അത് ഭയങ്കരമായിട്ട് ആൾ നിന്നിട്ടുണ്ട്. കുറേ പേരിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പൊളിയോ ഈ ഹോട്ട് സീറ്റ് പരിപാടിക്ക് പോകുമ്പോഴോ ഒരു ഇത് വരും. ഇതെന്താ കുറേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലർക്കും അവിടെ ഷോയ്ക്ക് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ മുൻകൂട്ടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളിത് ഈ പോയിന്റിലായിരിക്കും നമ്മളൊരു കാര്യം ഉന്നയിക്കുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് അത് അവർക്ക് അങ്ങനെയല്ലെങ്കിൽ ചിലർ ഓർത്തെടുത്ത് അതേപോലെ നിൽക്കും, ചിലരത് മാറും.
അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് നമുക്ക് അവരെയും കുറ്റം വരുത്താം. പക്ഷെ നമ്മളത് പൊളിച്ചെഴുതുമ്പോൾ ഇത് മാറാറുണ്ട്, സംഭവിക്കാറുണ്ട്. മാറാറ് സ്വാഭാവികമായിട്ട് നല്ല രീതിയിലേക്ക് സംസാരിക്കുന്ന ആൾ, നന്നായി സംസാരിക്കുന്ന ആളുമാണല്ലോ. ഓക്കെ, നമുക്ക് ആക്ച്വലി ഒരു സെഗ്മെന്റ് ഉണ്ട്. ഉം. ടൈം ഭയങ്കരമായിട്ട് കൂടി, എന്നാലും നമുക്ക് ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര സീരിയസ് പരിപാടി ഇന്റർവ്യൂ ആയി പോയോ സത്യം. ഞാൻ ഭയങ്കരമായിട്ട് ഇത് മാറ്റി ഞാൻ കുറച്ച് ചില്ലാവാൻ വന്നതാ. കുഴപ്പമില്ല, നമുക്ക് ഇത് പറയാം. ഉം. RRR, ഉം. അതായത് റിവീലിംഗ്, റിയലൈസേഷൻ, റെസൊല്യൂഷൻ ആണ്. Yeah. അപ്പൊ മൂന്നും ഇഷ്ടമുള്ള ഭയങ്കര ഇലാബറേറ്റ് ആവാണ്ട് കുഞ്ഞായിട്ട് എന്തൊക്കെയാണ് റിവീൽ ചെയ്യാനായിട്ട് തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല വലുതായിട്ട് റിവീൽ ചെയ്യുമെന്ന്. ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ഇല്ല റിവീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ, കരിയർ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിവീൽ ചെയ്യാം എന്നൊരു ടോപ്പിക് ഒന്നുമില്ല. ആ ഓക്കെ. അല്ല, റിവീൽ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് സംഭവത്തിൽ നിന്ന്, അത് പ്രൊഫഷൻസ് നമുക്ക് personally ഉണ്ടായിട്ടുള്ള ഒരു എന്തുവാണോ അതായത് ഈ മൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അല്ല, എനിക്ക് വെച്ചാൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മുൻപ് നമ്മളൊരു കോളേജ് ടൈം ടീനേജ് പരിപാടികളിൽ നമ്മളവിടെ ഒരു പാരിഷിലൊരു സംഘടന ഉണ്ടായിരുന്നു, CLC ഉണ്ട്. അപ്പോൾ അതിൻ്റെ PhD സ്വാഭാവികമായിട്ടൊരു വർഷം പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു വർഷം വരുമ്പോൾ മാറണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫെയർവെൽ പരിപാടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മെൻറ്റർ ഉണ്ട്, സീനിയർ ആയിട്ടുള്ളൊരു മാഷാണ്, ഒരു HM കൂടിയാണ് അദ്ദേഹം. അപ്പോൾ മാഷ് വന്ന് സംസാരിച്ച് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെന്ത് പ്രതീക്ഷിക്കുക, നമ്മളെക്കുറിച്ച് നല്ലതൊക്കെ പറയാൻ പോകുന്നു എന്നുള്ള ഇതിലേക്ക്. അപ്പോൾ അടുത്ത ഇലക്ഷൻ വയ്ക്കുകയാണ്. പുതിയ മത്സരാർത്ഥികൾ വേണം, പുതിയ ടീം വേണം. അപ്പോൾ കഴിഞ്ഞൊരു വർഷത്തെ സേവനത്തിന് ശേഷം ഇവർ പിരിയാണ്. ഒന്ന് എനിക്ക് പറയാനുള്ളൂ, പുതിയ മത്സരാർത്ഥികൾ വരുമ്പോൾ, പ്രത്യേകിച്ച് പ്രസിഡൻ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് സംസാരിക്കുന്ന ആൾ വേണം എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഈ പറഞ്ഞ പ്രസിഡന്റ് ഞാനാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ ഇരുന്ന് അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അന്ന് സ്റ്റേജിൽ ചെയ്യും, സംസാരിക്കും, പക്ഷേ ഭയങ്കര മിതത്വമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്ന പോലെ നമ്മളൊരു സ്ഥാനത്തിരുന്ന് സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് പറ്റിയില്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇരുത്തി അങ്ങോട്ട് ഇല്ലാക്കാന്ന് പറഞ്ഞാൽ അടിച്ചുണ്ടാക്കി കൊടുക്കാത്ത സ്ഥലത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊന്നും പറയാനില്ല, ഞാൻ മറ്റേ നിർവികാര ജീവിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആൾ ഭയങ്കര കൂളായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യും. പിള്ളേരെ മുമ്പിൽ നിന്നൊരു പിള്ളേർ അത്രയും സത്യം പറയുക ഇലക്ഷൻ പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരിലാണ് ഇതായിട്ടുള്ളത്. ഇരിക്കുന്നൊരു മുഖം മാറുന്നുണ്ട്, എൻ്റെ മുഖം മാറുന്നത് ഇവരും കാണുന്നുണ്ട്. എന്നിട്ട് അടുത്ത ടീമിൽ നോക്കാം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. എനിക്കിതങ്ങോട്ട് നമ്മൾ ചില സാധനം വലക്കുന്നു, കോറിക്കെടുക്കാന്ന് പറഞ്ഞ പോലെ അമ്മാരി കോറിലി സാധനം അങ്ങനെ എടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് മനസ്സിലാക്കിയത് ഭയങ്കര അടിപൊളി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാര്യങ്ങളിൽ സ്ഥാനത്തിരിക്കുന്നവർ ഇത് തന്നെയാവില്ലേ, വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. ഞാൻ എന്ത് പറയുന്നതാണല്ലോ സംസാരിക്കുന്നുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട്. പക്ഷേ ഒഫീഷ്യലായിട്ടൊരു സാധനം പൊസിഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, സംഘടന ആയിക്കോട്ടെ, ഒരു സ്ഥാനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവരുടേതായിട്ടുള്ളൊരു സ്ഥാനത്തിരുന്നിട്ട് ഒരു കാര്യത്തിന് നിയന്ത്രിക്കുക എന്നുള്ളത് പ്രവൃത്തിയാലും വാക്കാലും വരണം. അത് അവനെക്കൊണ്ട് പറ്റില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. അപ്പോൾ ഇത് ഞാൻ അത് റിയലൈസ് ചെയ്യുന്ന കുറേ കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കുന്ന സമയത്ത്. പക്ഷേ റിവീൽ ചെയ്യുന്നതൊക്കെ വെച്ചാൽ അതുകൊണ്ടാണ്, അതായത് എന്തെങ്കിലും ഒരു സ്ഥാനം അവനവനെ കൊണ്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നീട് നമുക്കത് കൈവരിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, ഇപ്പോൾ അതിൻ്റെ പിന്നെ പോയ വർഷത്തിൽ അതിൻ്റെ ആനുവൽ വന്നപ്പോൾ ഈ പറഞ്ഞ പ്രധാന അധ്യാപകനായിരുന്നിട്ടുള്ള സ്കൂളിലേക്ക് വന്ന് ക്ഷണിക്കുകയുണ്ടായി. റോഹൻ വരണം, സ്കൂളിലെത്തണം എന്നുള്ള ഒരിത് ഭയങ്കര അംഗീകാരമായിരുന്നു. അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്ന് ആ പ്രധാന അധ്യാപകൻ എന്നോട് പറഞ്ഞത്, റോഹൻ വന്ന് കുട്ടികളോട് 2 വാക്ക് സംസാരിക്കണം എന്നായിരുന്നു. എനിക്ക് മറക്കില്ല ഞാൻ. അപ്പോൾ എനിക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, അന്നാൾ ചെയ്തുകൊണ്ട് ഇന്നങ്ങനെ മാറി കുറേ ആക്കാൻ പറ്റി എന്നും ഞാൻ ചിന്തിക്കാൻ തയ്യാറല്ല. കാരണം അത് ആൾക്ക് വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യായിരുന്നു, ഇതാക്കായിരുന്നു. അപ്പോൾ അത് ഇതാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരേ കാര്യത്തെ, ഒരേ ആശയത്തെ ഒരാളുടെ അടുത്ത് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അത് വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടാക്കാതെ, വിഷമിപ്പിക്കാതെ അവതരിപ്പിക്കാൻ പറ്റും, അതിനെ മനസ്സിലാക്കിയിട്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കാര്യത്തിന് അവിടെ അർഹനല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ മറ്റെന്ത് നിർബന്ധത്തിലാണെങ്കിൽ പോലും അവനെ കൊണ്ട് കൂട്ടിയ കൂടില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് എന്നുള്ള സാധനം. അപ്പോൾ റിയലൈസേഷൻ എനിക്ക് തോന്നുന്നു ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ കറക്റ്റ് സിങ്ക് ആവുന്ന ഒരു കാര്യം പോലെ എനിക്ക് തോന്നിയത്. അല്ല, കാര്യമാണ്. ഏതെന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ പല പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് അതേ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കാൻ പറ്റാറുണ്ട് പലപ്പോഴും.
ഈവൻ മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും. വെറുതെ ആ. ഇരിക്കുന്നു. ആ അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ പറയാൻ പറ്റണ്ടേ. ഒരാളെ പ്രതിനിധീകരിച്ചിട്ട് ഒരാൾ ഇരിക്കുന്ന സമയത്ത് ആളുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല എന്താ കാര്യം. റിയലൈസേഷൻ ശരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. എനിക്ക് അതിലേക്ക് ഒരു കാര്യം പറയാൻ തോന്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചൊരു കാര്യമാണ്. ഈ പലപ്പോഴും പുതിയൊരു ചാനലിലെ ആങ്കറായിട്ട് ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് ഇവർ ഷോ നേരത്തെ പോലെ ഡിസൈൻ ചെയ്തിട്ട് ഇന്ന രീതിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു കപ്പ് ഓഫ് ടീ പരിപാടികളുണ്ടായിരിക്കും, ഈ ശൈലികളുണ്ടായിരിക്കും, വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈൽ പരിപാടി. ഇത് ചെയ്യാനാവും വന്നിരിക്കുന്നുണ്ടാവുക. ചാനലിൻ്റെ സൈഡിൽ നിന്ന് ഷോ പ്രൊഡ്യൂസറോ കാര്യം പറയും ഇങ്ങനെയല്ല, കുറച്ച് ഇങ്ങനെ മാറ്റി, ഡ്രസ്സിങ് സ്റ്റൈലിലായിരിക്കാം, പറച്ചിലിൻ്റെ രീതികളിലായിരിക്കാം, ഈവൻ കൂടുതലായി ചിലപ്പോൾ ഗേൾസിൻ്റെ അടുത്ത് അതായിരിക്കാം പ്രസൻറ്റേഷനിൽ മാറ്റാൻ പറയും. അത് കൃത്യമായിട്ടൊരു പ്ലാസ്റ്റിക് പരിപാടി പിടിക്കാൻ പറയും. അപ്പം ഇതിങ്ങനെ പിടിച്ച് എത്ര നാളിരിക്കും? ഒരു സാധനത്തിന് നമ്മളല്ലാതെ വേറൊന്നിനെ പിടിച്ച് ഇപ്പോൾ വേറൊരു ക്യാരക്ടർ പിടിച്ചു റീച്ച് ഉണ്ടാക്കാൻ എന്തും ആയിക്കോട്ടെ കുറച്ചുകൂടെ പൊട്ടും. ഈ പൊട്ടണോടത്ത് എന്ത് വരും? അതങ്ങ് ഇല്ലാതെയാവാണ്. ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇല്ലാതെയാവാണ്. തിരിച്ചറിവുള്ള സാധനം നമ്മളുടെ ഒരു ഷോ പാറ്റേൺ ഞാൻ കൊണ്ടുവന്ന ഇപ്പോൾ ഷോ തുടങ്ങുന്ന സമയത്ത് ഇത് വന്ന് എൻ്റെ അടുത്ത് ഇതേപോലെ പല രീതിയിലേക്കും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫൺ, കുറച്ച് മസാല ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് നേരത്തെ ഈ പറഞ്ഞ സെബിയൻ പറഞ്ഞ ഒരു ആശയത്തിനോട് ഭയങ്കരമായിട്ട് യോജിപ്പുള്ളതുകൊണ്ടും നമ്മൾ കുറച്ച് റിസർച്ച് നടത്തി ആ ഒരു കോണ്ടൻറ്റിൽ ചോദിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ടും ഇങ്ങനെ പോയിരുന്നു. പിന്നെ എൻ്റെ ശബ്ദം കുറച്ച് കട്ടി ഭയങ്കര പ്രശ്നമായിരുന്നു. കൃത്യമായിട്ട് നമ്മുടെ വോയിസ് ഭയങ്കര നമ്മുടെ ടൂളാണെന്ന് പറയുമ്പോൾ പോലും എനിക്കിത് ഭയങ്കര വിനയായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വന്ന് ശൈലി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിഞ്ഞ് റിയലൈസ് ചെയ്തിട്ടുള്ള സാധനം അതായിരുന്നു. നമ്മളൊരു സാധനത്തിനെ കൃത്യമായിട്ട് അതിൽ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, അതൊരൊറ്റ പോയിൻ്റ് എന്നല്ല, പിന്നീട് അതായിരുന്നു ശരി എന്നുള്ളതിലോട്ട് നമ്മൾ തിരിച്ചെത്തും എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ എന്താണോ ഉദ്ദേശിക്കുന്നത്, പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടോ പെർഫോം എന്തായിക്കോട്ടെ, അതിൽ നിൽക്കുക എന്നുള്ള സാധനമാണ്. അപ്പോൾ മറ്റൊന്നിനു വേണ്ടി പൊളിച്ച് എഴുതി കഴിഞ്ഞാൽ ഇതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കില്ല. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സാധനം ചെയ്യണ്ടേ, അത് സംഭവിക്കില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഭയങ്കരമായിട്ട് തുടക്കകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. റെസല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം തിരുത്തണം. ഇനിയിപ്പോൾ എന്തായാലും പുതിയൊരു ഇൻഡസ്ട്രി, പുതിയൊരു ഫീൽഡിലോട്ട് കയറിയേക്കണതാണ്. എന്തെങ്കിലും റെസല്യൂഷൻസ് ഉണ്ടോ? ഇങ്ങനെ ചെയ്യണം. വ്യക്തിപരമായിട്ട് മാറ്റാനാണോ മറ്റുള്ളിലേക്ക് മാറ്റാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, വ്യക്തിപരമായിട്ട് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് ആണ് അല്ല, അതാണ് മാറ്റാനുള്ളത്. പൊളിച്ചെഴുതുകൾ ആവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആങ്കറായിട്ട് നിന്നിട്ട് ഒരു ആക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ ചേഞ്ച് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ പൊളിച്ചെഴുതുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ ആയിട്ട് പരിചയമുണ്ട്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറേ ആയിട്ട് പരിചയം ഉണ്ടായിരിക്കും. ഈ നമ്മളെന്ത് ഈ സംസാരിക്കുന്ന പരിചയമുണ്ടോ അതേ തുല്യമായിട്ട് അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സർക്കിൾ ഭയങ്കരമായിട്ട് ചുരുക്കമായിരിക്കും. അപ്പം ഞാൻ എല്ലാവരോടും ഈ ഇടവഴിക്കും ഭയങ്കര പരിചയം കാണിച്ചു. ഇത് കാണിച്ചിട്ട് അവരുടെ എക്സ്പെക്റ്റേഷനപ്പുറത്തേക്കും കൂടിപ്പോവും. തിരിച്ചൊരവസരത്തിൽ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള അനുവാദത്തിൽ സൗഹൃദം വേണമെന്നാണ് ഇവരുടെ ആഗ്രഹം ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഈ ഇടപഴകൽ നീ എൻ്റെ അങ്ങേയറ്റം അടുത്ത സുഹൃത്തായി മാറി എന്നതിന് അർത്ഥമില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇത് പറ്റാറില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ കുറേ പേരെടുത്ത് ആ വലയം കൂട്ടണത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് സിനിമയിലോട്ട് പോകുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്നിൽ വ്യക്തിപരമായിട്ട് മാറ്റണം തോന്നിയ കാര്യം അതാണ്. പ്രയാസകരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇനി നേരെ ഇങ്ങോട്ട് തിരിച്ച് എന്റെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തത് അതങ്ങ് പറഞ്ഞു. ഇല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പറച്ചിലുകളില്ല. ഓക്കെ, അതാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. എന്തായാലും നമ്മളൊരു പുതുമുഖ നടനെയാണ് നമ്മൾ ആദ്യമായിട്ട് റോഹൻ ആസ് എ ഫിലിം സ്റ്റാറിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റിയത് മാറ്റ് പ്രായിലാണ്. അത് ഒരിക്കലും മറക്കരുത്. ഇതിപ്പോഴായിക്കോന്നൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ ഒഫീഷ്യലി തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ചറപറ ഇന്റർവ്യൂസ് ആയിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. ഇത് ആക്ച്വലി കുറേ പേരുടെ എപ്പോഴും പറയുന്ന പോലെ കുറേ ഇപ്പോൾ അനുപേട്ടൻ, അതുപോലെ അനുമേനോൻ, ഇന്ദ്രൻ ചേട്ടൻ, ഇതേപോലെ രമേശ് പിഷാരടി, കുറേ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് നമുക്ക് ഒപ്പം സിനിമയിലുണ്ട്. അപ്പം പക്ഷേ കുറേ സിനിമകൾ ചെയ്തിരുന്നു എന്നതിൻ്റെ ഒപ്പം തന്നെ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. ടെക്നിക്കൽ സൈഡിലാണെങ്കിൽ പോലും, ഡയറക്ടർ ആണെങ്കിലും പോലും രതീഷ് ചേട്ടൻ കുറേ മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ അംബിക കണ്ണൻ ആണ് റൈറ്റർ. അപ്പോൾ പുള്ളിയുടെ ഡെബ്യൂ മൂവിയാണ്. അപ്പോൾ ഇതിൽ കുറേ സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസിൻ്റെ ഒപ്പം തന്നെ ഒരു പുതിയ കൂട്ടം കൂടി എത്തുകയാണ്. പ്രത്യേകിച്ച് ത്രൂ ഔട്ട് ഒരു സിനിമ ചെയ്യുന്നു പറയുന്നതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മളെപ്പോഴും ഒരു മൂവി അങ്ങനെ ഒരു ലീഡിൽ ചെയ്യുന്നു പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിനൊപ്പം തന്നെ ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം ഇതിൻ്റെ ആകെ തുക റിസൾട്ടിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്.
അപ്പം അത് സംഭവിക്കട്ടെ. ഈ സംഭവിച്ചിട്ട് നമ്മൾ ഇനിയും ഇരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ വിളിക്കും. വിളിക്കും. അനുഭവങ്ങൾ പലത് ഇത്രയും വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വോയിസ് മോഡുലേഷനിൽ മാറ്റം വന്നോ? ഞാൻ അങ്ങോട്ടാണ് ഭയങ്കര എന്നോട് ചോദിച്ചത്, രജു എന്തെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ പറയുന്നു. അല്ല, പക്ഷെ ഇതുവരെയുള്ള ലൈഫല്ല, ഇനിയൊരു ഇനി ഇനി സെലിബ്രിറ്റി വേറെ ലൈഫാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ അവൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയൊക്കെ പറയാവോ? ഇത്രയായിട്ട് ഓപ്പണായിട്ട് പറയും. അപ്പോൾ ഓക്കെ. അപ്പൊ ഇനി വലിയ ഫിലിം സ്റ്റാർ ആയതിനു ശേഷം നമുക്ക് ഒരുമിച്ച് ഒരു സെഷനും കൂടി ഇരിക്കാം. വീണ്ടും ഇരിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ആയിരിക്കട്ടെ, ഓക്കെ. തുറന്നു പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും. എന്താണെന്നറിയോ, ഈ പലതും ചില പ്രതീക്ഷകളുണ്ട്, ഇങ്ങനെയൊക്കെ ഷോ സംഭവിച്ചുകൊണ്ട് ചിലതൊക്കെ അങ്ങനെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് പറഞ്ഞതല്ല, റിയാലിറ്റി അതായിരുന്നു. അതിലേക്ക് അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരാളുടെ ആർട്ടിസ്റ്റ് അത് എന്തേ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നെഗറ്റീവായിട്ട് സാധനം ഇതാക്കുന്നുള്ളത് കുറേ വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയില്ലേ, ഇതിനപ്പുറത്തേക്ക് കുറേ പോസിറ്റീവ്. ഇപ്പോൾ ജഗദീഷേൻ്റെ കേസ് ഞാൻ പറയുന്നത് അവരുടെ സമീപനമാണ്. വ്യക്തിപരമായിട്ട് ആസിഫ് അലി ഇത്രയും ഇൻ്റർവ്യൂസിന് അല്ലെങ്കിൽ ഇത്രയും ഫിലിം പ്രൊമോഷനിൽ കാണുന്ന കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അടുത്തൊരു ഇൻ്റർവ്യൂ വരുമ്പോൾ വരെ പുള്ളി പറഞ്ഞൊരു നോട്ട് ഓർത്ത് വെച്ച് പറയുന്ന പ്രകൃതമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നമുക്ക് ഒരു കൊള്ളാലോ എന്ന് ചിന്തിപ്പിക്കുന്ന കുറേ മനുഷ്യർ കിട്ടുന്നതുകൊണ്ട് വലിയ സാധനത്തിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ പോകുന്നില്ല എന്നുള്ളതിൻ്റെ വസ്തുത. അപ്പം അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളോട് ഉണ്ടാകുമ്പോൾ പക്ഷെ നമുക്കൊരു ഒരു പേടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കുമ്പോൾ നമ്മൾ ഇനിയും വിചാരിച്ചു വെച്ചിരിക്കുന്നവരുടെയൊക്കെ മുഖം മൂടി മാറുമോ എന്നുള്ളൊരു പേടി. ഒരു നാണം വിചാരിക്കരുത്, പിന്നെയും വിളിക്കണം. സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായിരിക്കാം. ചില ആളുകൾ ഇപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ജിഞ്ചു സെബിൻ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ലല്ലോ, മാറിയിരിക്കാം. നമ്മൾ പണ്ട് സ്കൂളിൽ പറഞ്ഞിരുന്നില്ല ടീച്ചേഴ്സ്, വീട്ടിലെ പെണ്ണുമ്പിള്ളേറ്റ് ഉടക്കിട്ട വന്നേന്ന് തോന്നിയിട്ട് മേയണു എന്നുള്ളത്. പിള്ളേരുള്ള ദേഷ്യം കൊണ്ട് മാത്രമൊന്നും ആവില്ലല്ലോ ടീച്ചേഴ്സ് തല്ലിയുണ്ടാവുക. എന്ത് സർക്കംസ്റ്റാൻസ് അതിനനുസരിച്ച് മാറുമല്ലോ, അവരുടെ ഒരു മൂഡിനനുസരിച്ച് മാറിയേക്കാം. എന്ത് മേഖലയിലുണ്ട് അവരുടെ മൂഡ് ചിലപ്പോൾ ശരിയായില്ലായിരിക്കാം. അപ്പോൾ വിളിച്ചപ്പോൾ ഇന്നിട്ടൊരു വിളിക്കുന്നതിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ട്, എനിക്ക് ഓർമ്മയുന്നുണ്ട് എന്ന ഉദ്ദേശിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ആയിരിക്കാം എന്ന് അനുമാനിക്കാം അല്ലേ. എന്നിട്ട് ഞാൻ പറയാം ആരടുത്തും പറയല്ലേ. അതെ. സോ മാറട്ടെ, അത് മാറും. നമ്മൾ വിളിക്കണം. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ഈ വിളിക്കുന്ന ഒരു തലത്തിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ നമ്മുടെ ഈ കോൾ സെൻറ്ററിൽ ഇരിക്കുന്നവർ പോലെയാണ് അല്ലേ. നമ്മൾ വിളിച്ച് പിന്നെയും ട്രൈ ചെയ്യുന്നവരുണ്ടാവും. കുറേ ആർട്ടിസ്റ്റുകൾ നോക്കിക്കൊണ്ടായിരിക്കാം. അപ്പം ഇത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ദിവസം ഫ്ലോറിൽ 3 അതിലധികം ഷൂട്ട് നടക്കുന്ന ഒരു ഇതായിട്ട് മാറ്റർ വളർന്നു അല്ലേ. നിങ്ങളുടെ ചിന്ത, അതായത് എല്ലാവരുടെയും ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ ഇൻ്റർവ്യൂസിനെ വെച്ച് തുടങ്ങുക എന്നുള്ളൊരു ചിന്ത പോയിന്ന് ഭയങ്കര അടിപൊളി പരിപാടിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ ചോദ്യങ്ങൾ വരുന്നു. ഈ ചോദ്യങ്ങൾ വന്നിരുന്നവരൊക്കെ പിടിച്ചെടുത്തിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് പ്രോ. അപ്പോൾ അത് ഭയങ്കര ഒരു ചിന്ത, ഭയങ്കര അടിപൊളി. അല്ലല്ല ഒരിക്കലല്ല. അത് അതാണ് കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പേരെ ആർട്ടിസ്റ്റിൽ കൊണ്ടുവന്ന് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് എവിടുന്ന് വരുന്നു അവിടെ നിന്നാവട്ടെ തുടക്കം എന്ന് ചിന്തിക്കുന്നത് ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അപ്പോൾ വളരട്ടെ. ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചോദിച്ചാൽ ഇരിക്കാൻ പറ്റട്ടെ. എനിക്ക് ചോദിച്ചിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്നുള്ളത്. വളർന്നു, ഓൾറെഡി വളർന്നു എന്ന് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് പറ്റത്തില്ല, വളർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ ദിസ് സെക്ഷൻ. നമുക്ക് വേണ്ടത് ഇനിയുള്ള വലിയൊരു സൂപ്പർ സ്റ്റാർ രോഹനെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിലേക്ക് എയിം ചെയ്യാം, രോഹനും അതിലേക്ക് എയിം ചെയ്യാം. ഈ ഫൈൻഡപ്പിൽ തള്ളല് സ്ഥിരമുള്ളതാണോ, സ്ഥിരം ഒരു പരിപാടിയാണോ? ഞാൻ രോഹൻ്റെ പഠിച്ചു. ഞാൻ ഫൈൻഡപ്പിൽ തള്ളാറില്ല. വസ്തുത വിട്ടൊരു കളിയില്ല, ഇൻട്രോയിൽ തള്ളും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു റോഷൻ. താങ്ക് യു. ബൈ.